ഈ ഒരു ബിസിനസ്സിനെ ഏറ്റെടുക്കാൻ പറ്റുന്ന രീതിയിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് തന്നെ മുമ്പോട്ട് പോകുന്ന പ്രിയപ്പെട്ട സൗമ്യ മാഡത്തിനെ ഞാൻ ഈ ഒരു മീറ്റിംഗിലേക്ക് വൈൻഡപ്പ് സെക്ഷൻ അവതരിപ്പിക്കാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. പ്ലീസ് വെൽക്കം സൗമ്യ മാഡം. ഓക്കെയാണ് സാറേ. ഓക്കെ, താങ്ക് യു ഉമർ സാർ. എന്തായാലും സാറ് ഒരു പ്രോഗ്രാമിന്റെ ഒരു കോർഡിനേഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാമിന്റെ ഭംഗി എന്ന് പറയുന്നത് എപ്പോഴും ഒരു പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്ന ആളുടെ ഒരു കഴിവ് തന്നെയാണ്. അപ്പൊ ഇന്നത്തെ സെഷൻ വളരെ ഭംഗിയായിട്ട് സാറ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് ഇന്ന് പ്ലാൻ പറഞ്ഞ വ്യക്തിനെയാണെങ്കിലും ചീഫ് ഗസ്റ്റ് ആയിട്ട് നിൽക്കുന്ന എന്നെയാണെങ്കിലും നല്ല രീതിയിൽ ഇൻവൈറ്റ് ചെയ്തു. അതുപോലെ നമ്മുടെ സാജിദ മാഡം ഇന്നത്തെ ഒരു പ്ലാൻ പ്രസന്റേഷൻ എന്ന് പറയുന്നത് വളരെ നല്ല രീതിയിൽ വളരെ വ്യക്തമായിട്ട് എനിക്ക് തോന്നുന്നു വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഇന്ന് പ്രസന്റ് ചെയ്യാനായിട്ട് സാജിദ മാഡത്തിനും സാധിച്ചിട്ടുണ്ട്. അതുപോലെ സാജിദ മാഡത്തിന്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നതും അല്ല ഈ ഒരു ബിസിനസിന്റെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു സാജിദ മാഡത്തിന്റെ. വളരെ ചുരുങ്ങിയ വാക്കുകളുള്ള ഒരു എക്സ്പീരിയൻസ് എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ഈ ഒരു ബിസിനസിന്റെ ഏറ്റവും പ്രത്യേകതയായിട്ടുള്ള ഒരു ബ്യൂട്ടിയാണ് ഒരാൾ വർക്ക് എടുക്കുന്ന സമയത്ത് ആ ഒരു വർക്കിന്റെ റിസൾട്ട് ആ ഫാമിലിയിൽ തന്നെയുള്ള മറ്റൊരാളുടെ അക്കൗണ്ടിലും കിട്ടുക എന്ന് പറയുന്നത് ഈ ഒരു ബിസിനസിന്റെ ഒരു ബ്യൂട്ടി തന്നെയാണ്. അങ്ങനെ ഒരു വരുമാനം അക്കൗണ്ടിലേക്ക് എത്തിച്ചുകൊണ്ട് ഇന്ന് മദറും മകനും അല്ലെ, അമ്മയും മകനും ഒരേ റാങ്കിൽ നിന്ന് വർക്ക് ചെയ്യുന്നു. ക്ഷമ മാത്രമാണ് അവിടെ വർക്ക് എടുക്കുന്നതെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. ആ മേഡം വർക്ക് എടുക്കുമ്പോൾ മകന്റെ അക്കൗണ്ടിൽ, പഠിച്ചുകൊണ്ടിരിക്കുന്ന മകനാണ്, അവന്റെ അക്കൗണ്ടിലും പൈസ കിട്ടിക്കൊണ്ട് ഇന്ന് അമ്മയും മകനും ഒരേ റാങ്കിൽ നിന്നും വർക്ക് ചെയ്യുന്നു. ഇത് ഈ ഒരു ബിസിനസിന്റെ മാത്രം ബ്യൂട്ടി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നല്ല റാങ്കിലേക്ക് സാജിദ മാഡത്തിന് ഉടനെ തന്നെ വരാൻ പറ്റട്ടെ. നല്ല രീതിയിൽ പ്ലാൻ പ്രസന്റ് ചെയ്തു. നല്ലൊരു എക്സ്പീരിയൻസും ആയിരുന്നു സാജിദ മാഡത്തിന്റെ. ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ എന്തൊരു ബിസിനസ്സിനും അതിൻ്റെതായ പ്ലാൻ ഉണ്ട്. അതാണ് ആ ബിസിനസിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. അത് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലല്ലേ ഒരു ഗിഫ്റ്റ് ആയിട്ട് അത് മറ്റുള്ളവർക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുക എന്ന് പറയുന്നത് എല്ലാവർക്കും കഴിയുന്ന കാര്യമല്ല. എന്തായാലും സാജിദ മാഡത്തിന് അത് വളരെ വ്യക്തമായിട്ട് വളരെ ക്ലിയർ ആയിട്ട് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ന് ഈ ഒരു ബിസിനസ്സിൽ ഈ ഒരു BOP-യിൽ കയറിയിരിക്കുന്ന ഏതൊരാൾക്കും വലിയ ഡൗട്ടുകളൊന്നും ഇല്ലാതെ തന്നെ ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ പോലും വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ ക്ലിയർ ആയിട്ട് മേഡം അത് പ്രസന്റ് ചെയ്തു. അപ്പോൾ ഞാൻ എന്റെ പേരിലും കമ്പനിയുടെ പേരിലും നമ്മുടെ ടീമിന്റെ പേരിലും സാജിദ മാഡത്തിന് ഒരു താങ്ക്സ് പറയുന്നു. അതുപോലെ ഉമർ സാറിന്റെ MC ആണെങ്കിലും അതുപോലെയുള്ള സാറിന്റെ ഒരു എക്സ്പീരിയൻസ് അല്ലെ, സാർ പറഞ്ഞൊരു പ്രത്യേകം എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ഇതിലിരിക്കുന്ന ഗസ്റ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ആവർത്തിക്കാൻ പോകുന്ന ഒരു മിസ്റ്റേക്ക് ആണ് സാർ എടുത്തു പറഞ്ഞത്. കാരണം നിങ്ങൾ ഈ ഒരു പ്രോഗ്രാം കേട്ടു, നിങ്ങൾക്ക് എന്തൊക്കെയോ മനസ്സിലായി, നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നി. പക്ഷെ നിങ്ങൾ ചെന്ന് അന്വേഷിക്കാൻ പോകുന്ന ആളുകൾ ഈ ഒരു ബിസിനസ്സുമായിട്ട് ഒരു പരിചയമില്ലാത്ത ആളുകളോടായിരിക്കും. എനിക്ക് അങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റി, അതുകൊണ്ട് എൻ്റെ ഒരു 1.5 വർഷം നഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് അങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റരുത് എന്ന് മാത്രമാണ് സാറിന് നമ്മളോട് പറയാനുണ്ടായത്. അതായത് പുതിയതായിട്ട് ഈ ഒരു ബിസിനസ്സിലേക്ക് പ്ലാൻ കേൾക്കാൻ വേണ്ടി ഇന്ന് ആരുടെയെങ്കിലും ഒരു ഫോളോ അപ്പിലൂടെ ഇന്നൊരു ലിങ്കിലേക്ക് കയറി വന്നിട്ടുള്ള ഗസ്റ്റുകൾ ഉണ്ടെങ്കിൽ അവരോട് ഉമർ സാറിന് പറയാണ്ടിരുന്നത് ഒരേ ഒരു കാര്യമാണ്, നിങ്ങൾക്ക് ഒരു മിസ്റ്റേക്ക് പറ്റരുത്. ഞാൻ ഒരു മിസ്റ്റേക്ക് പറ്റി ഒരു 1.5 വർഷം ഈ ഒരു ബിസിനസ് ചെയ്യാതെ മാറി നിന്നൊരു വ്യക്തിയാണ്. പിന്നീട് വേറൊരാൾ ഈ ഒരു ബിസിനസ് ചെയ്ത് വിജയിക്കുന്ന കണ്ടപ്പോൾ അവരുടെ കൂടെ ചേർന്ന് ഈ ഒരു ബിസിനസ്സിൽ ചെയ്തു. ഇന്ന് കമ്പനിയുടെ ഒരു 13ാമത്തെ റാങ്ക് എത്തിയാൽ 4.5 കോടി രൂപ കിട്ടുമെന്ന വിശ്വാസത്തിൽ മുമ്പോട്ട് പോകുന്നു എന്ന് ആ സാറ് പറയുമ്പോൾ സാറ് നഷ്ടപ്പെടുത്തൊരു 1.5 വർഷമാണ്. ഇന്നൊരു 3ാമത്തെ റാങ്കിൽ നിൽക്കുന്ന വ്യക്തി ഒരു 1.5 വർഷം മുമ്പ് ഈ ബിസിനസ് ഏറ്റെടുത്തിരുന്നെങ്കിൽ ഒരു 6ാമത്തെ റാങ്കിലെങ്കിലും എത്തിയേനായിരുന്നു. എനിക്കൊരു അവസരം നഷ്ടപ്പെട്ടു പോയി. ഇത് കേൾക്കുന്ന ഗസ്റ്റുകൾക്ക് അങ്ങനെ ഒരു അവസരം ഉണ്ടാകരുത് എന്നുള്ളൊരു റിക്വസ്റ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം മാത്രമാണ് നമ്മളിലേക്ക് ഉമർ സാർ അറിയിച്ചിട്ടുള്ളത്. വലിയൊരു ഇൻഫോർമേഷൻ ആണത്. കാരണം ഇതിലിരിക്കുന്ന ഗസ്റ്റുകൾ ആവർത്തിക്കാൻ പോകുന്ന വലിയൊരു മിസ്റ്റേക്ക് ആണ് ഉമർ സാർ അത് നിങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞത്. ഇപ്പൊ നമ്മൾ ചോദിക്കും, ഇന്ന് ആരൊക്കെയോ വന്നിരുന്ന് എന്തൊക്കെയോ പറഞ്ഞിട്ട് പോകുന്നു, എന്നോട് ലിങ്ക് അയച്ചു തന്ന വ്യക്തിനെ ഞാൻ അറിയും, പക്ഷെ ഇന്ന് ഈ മീറ്റിംഗിൽ സംസാരിച്ച വ്യക്തികളെ ഒന്നും ഞാൻ അറിയുന്നതല്ല. ഈ സംസാരിക്കുന്ന എന്നെ ആയിക്കോട്ടെ, MC എടുത്ത ഉമർ സാറിനെ ആയിക്കോട്ടെ, പ്ലാൻ പറഞ്ഞ സാജിദ മാഡത്തിനെ ആയിക്കോട്ടെ, ഞങ്ങൾ അറിയുന്നതല്ല. പിന്നെ ഞങ്ങളുടെ നാട്ടിലുള്ളവരോ അല്ലെങ്കിൽ ഞങ്ങൾ നേരിട്ട് പരിചയമുള്ള ആളുകളൊന്നുമല്ല. പിന്നെ നിങ്ങൾ പറയുന്ന വാക്ക് ഞങ്ങൾ എന്തിനു വിശ്വസിക്കണം എന്നുള്ളൊരു ചിന്ത പല ആളുകളുടെയും ഉള്ളിലുണ്ടാവും. നിങ്ങളെ ഈ ഒരു ലിങ്ക് അയച്ചു തന്ന ആളുകളെ നിങ്ങൾക്ക് അറിയാലോ, ആ ആളുടെ വാക്കുകൾ നിങ്ങൾക്ക് വിശ്വസിക്കാലോ അല്ലെ. തീർച്ചയായിട്ടും ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഈ ലിങ്ക് അയച്ചു തന്ന വ്യക്തിയോട് തന്നെ ചോദിക്കുക, ഇന്ന് ഇതിൽ പറഞ്ഞ ഈ 3 പേരെയും നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഈ 3 പേരും വിശ്വസിക്കാൻ കൊള്ളാവുന്നവരാണോ? അതുപോലെ ഈ 3 പേർക്കും ഇവർ പറഞ്ഞ വരുമാനം അല്ലെ, സാജിദ മാഡത്തിന്റെ മകനും അമ്മയും മകനും ഒരേ റാങ്കിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞു, ഉമർ സാർ ഇന്ന് 3ാമത്തെ റാങ്കിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞു. ഇവരെവിടെയെങ്കിലും ഒക്കെ വെച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇവരൊന്ന് നേരിട്ട് കാണാൻ ഒരു അവസരം ഉണ്ടാവോ എന്ന് നിങ്ങളെ ഈ ഒരു ലിങ്ക് അയച്ചു തന്ന വ്യക്തിയെ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവും. എന്തായാലും അവരെ വിശ്വസിച്ചിട്ടാണ് നിങ്ങൾ ഈ ലിങ്കിൽ കയറിയത്. അവരോട് തന്നെ ചോദിക്കുക. തീർച്ചയായിട്ടും അവർ നിങ്ങൾക്ക് അതിനൊരു അവസരം ഒരുക്കി തരും. എന്നെ ആയാലും ഉമർ സാറിനെ ആയാലും സാജിദ മാഡത്തിനെ ആയാലും നേരിട്ട് കാണാൻ
നിങ്ങൾക്ക് അവസരം ഉണ്ടാകും. ഞങ്ങൾക്ക് കിട്ടിയ വരുമാനം നിങ്ങളെ കാണിച്ചു തരാനായിട്ട് സാധിക്കും. അവരെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ഒരു ബിസിനസ്സിലേക്ക് കയറി വരിക. വേറൊന്നും കൊണ്ടല്ല, നമുക്കൊരു അസുഖം വന്നാൽ നമ്മൾ പോകുന്നത് എവിടെയാ? ഡോക്ടറുടെ അടുത്താണല്ലേ. അല്ലാതെ ഒരു ടീച്ചറിന്റെ അടുത്ത് പോയിട്ട് എനിക്ക് ഇന്ന അസുഖമാണ് മരുന്ന് തരാമോ എന്ന് നമ്മൾ ചോദിക്കില്ല. എന്തുകൊണ്ടാണ് ഡോക്ടറുടെ അടുത്ത് തന്നെ പോകുന്നത്? ഡോക്ടറേക്കാൾ അറിവുണ്ടാകാൻ ചിലപ്പോൾ ടീച്ചർക്ക് അല്ലേ എല്ലാ സബ്ജക്റ്റിനെ പറ്റിയിട്ട്. പക്ഷെ ഡോക്ടറെയാണ് നമ്മളവിടെ കാണുന്നത്. എന്തുകൊണ്ടാ? നമുക്ക് വന്ന അസുഖത്തിന് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റുന്നയാൾ ആ ഡോക്ടറാണ്. അതുകൊണ്ടാണ് ഡോക്ടറെ തേടി പോകുന്നത്. ഒരു കൃഷി ചെയ്യുന്നയാള് അയാൾക്കൊരു വിളവിനെ പറ്റിയിട്ട് വിളവിറക്കുന്നതിനെ പറ്റിയിട്ട് ഒരു ഡൗട്ട് വന്നാൽ അയാൾ ഡോക്ടറെ തേടിയിട്ടാണോ പോവുക? അല്ല, കർഷകരെ തേടിയിട്ടാണ് പോവുക അല്ലെ. കർഷകനേക്കാൾ എത്രയോ അറിവുള്ള ഒരു വ്യക്തിയാണ് ഒരു ടീച്ചർ ആയാലും ഡോക്ടർ ആയാലും. അവരെ തേടി പോകുന്നില്ല, കർഷകനെ തേടിയാ പോവുക, കൃഷിക്കാരനെ തേടിയാ പോവുക. എന്തുകൊണ്ടാ? ഓരോ മേഖലയിലും അതിൽ വിജയിച്ച ആളുകളോടാണ് ചോദിക്കേണ്ടത്. അതല്ലാതെ മറ്റു മേഖലയിൽ അവർക്ക് പ്രാഗൽഭ്യം ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഫിജി കാർഡ് എന്ന് പറയുന്ന ഒരു ബിസിനസിനെ പറ്റി അവർക്ക് അറിഞ്ഞുകൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഈ ഒരു ബിസിനസ്സിൽ വിജയിച്ച ആളുകളോട് നിങ്ങൾ ചോദിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്തായാലും ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസിലേക്ക് അടുക്കാൻ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. ഉമർ സാർ എന്നെ നല്ല രീതിയിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അല്ലെ, പെരുമ്പാവിന്റെ റാണി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ റാണിയെ ഞങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ എന്ന് വിചാരിക്കും അല്ലേ. അപ്പോൾ പെരുമ്പാവൂരിന്റെ ഫിജി കാർഡിന്റെ റാണിയാണ് ഞാൻ. എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷം, അങ്ങനെ എന്നെ വിളിക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ എന്റെ പേര് സൗമ്യ എന്നാണ്. ഫിജി കാർഡ് എന്ന് പറയുന്ന ഈ ഒരു ബിസിനസ്സിലേക്ക് ഞാൻ കടന്നു വന്നിട്ട് ഇപ്പോൾ ഒരു 4 വർഷവും 4 മാസവും കഴിഞ്ഞു. ഈ ഒരു ബിസിനസ് ഞാൻ ഏറ്റെടുത്ത് എന്റെ ഹസ്ബൻഡിലൂടെയാണ്. ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ഒരു CBSE സ്കൂളിൽ ഒരു ടീച്ചിങ് ഹെഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു 6 വർഷം ആ ഒരു മേഖലയിൽ വർക്ക് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഒന്നാമത് പ്രഗ്നന്റ് ആകുന്ന സമയത്ത് എനിക്ക് ആ ഒരു ജോലി ഉപേക്ഷിക്കേണ്ടി വന്നു. അങ്ങനെ ആ ജോലി ഉപേക്ഷിച്ച് വീട്ടിലിരിക്കുന്ന സമയത്ത് വളരെ അവിചാരിതമായിട്ട് എന്നിലേക്ക് കിട്ടിയ ഒരു കൺസെപ്റ്റാണ് ഫിജി കാർഡ് എന്ന് പറയുന്നത്. ഞാൻ ഒട്ടും ആഗ്രഹിച്ചിട്ട് ഈ ഒരു ബിസിനസ്സിലേക്ക് വന്ന ഒരു വ്യക്തിയല്ല. ഞാൻ പോലും അറിയാതെ ഞാൻ ഇതിനകത്ത് വന്ന് പെട്ടതാണെന്ന് പറയാം. പക്ഷെ ആ പെട്ടത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് വളരെ പെട്ടെന്ന് തിരിച്ചറിയുകയും അതിനുവേണ്ടി അല്ലെ ഈ പെട്ടതിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടണം എന്നുള്ള ചിന്തയിൽ ഞാനിത് പഠിക്കാൻ തയ്യാറായി. അങ്ങനെ ഇന്ന് ഏകദേശം ഒരു 4 വർഷവും 4 മാസവും കഴിയുമ്പോൾ അവിചാരിതമായിട്ട് വന്ന ഈ ഒരു ബിസിനസ്സിൽ ഇന്ന് ഉമർ സാർ വിളിച്ച പോലെ ഫിജി കാർഡിലെ പെരുമ്പാവിന്റെ റാണി എന്നൊക്കെ അറിയപ്പെടുന്ന രീതിയിലേക്ക് നമുക്ക് മാറാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എന്റെ കയ്യിൽ കിട്ടിയ ഒരു അവസരത്തെ ഞാൻ ഉപയോഗിച്ചത് കൊണ്ടാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതും ഞാൻ എങ്ങനെ ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നു, അല്ലെങ്കിൽ ഞാൻ ഇതിൽ വന്നിട്ട് എന്തെല്ലാം നേടി, അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്ന നിലയിൽ നമുക്കൊരു ജോലി ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകത എന്ത്? അല്ലെ, അപ്പൊ ജെൻസ് ആയിട്ടുള്ള ആളുകൾ അയ്യോ ഇത് ലേഡീസിന് വേണ്ടി മാത്രം പറയുന്നതാണോ എന്ന് ചിന്തിക്കേണ്ട. നിങ്ങളും അല്ലെ, കുറേയധികം ആളുകളുടെ വീടുകളിൽ അമ്മമാരുണ്ടാവും, പെങ്ങന്മാരുണ്ടാവും, ഭാര്യമാരുണ്ടാവും, മക്കളുണ്ടാവും, മകളുണ്ടാവും അല്ലെ. അവർക്കും ഈ ബിസിനസ് ചെയ്ത് വിജയിക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ ഈ ബിസിനസ് ചെയ്ത് വിജയിച്ച ഒരുപാട് ജെൻസും ഉണ്ട്, പുരുഷന്മാരും ഉണ്ട്. ഇതില് ആണ് പെണ്ണ് വ്യത്യാസമില്ലാതെ ഏതൊരാൾക്കും ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് അവസരമാണ് ഫിജി കാർഡ് എന്ന് പറയുന്നത്. നിങ്ങളുടെ വീടുകളിൽ ഫ്രീ ആയിട്ട് വെറുതെ ഇരുന്ന് അല്ലെ, ഹൗസ് വൈഫ് എന്ന് പറയുന്ന ഒരു പട്ടം മാത്രം ചാർത്തി കൊടുത്തിട്ടുള്ള സ്ത്രീകളുണ്ടെങ്കിൽ അവരെയും നിങ്ങൾ ഈ ഒരു ബിസിനസ് പരിചയപ്പെടുത്തുക. കാരണം അവർക്കും ഒരു ഫാമിലിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനൊന്നൊരു സ്ത്രീ ആയതുകൊണ്ട് ഞാൻ പറയുന്നത് ഞാൻ എങ്ങനെ ഒരു ബിസിനസ്സിലേക്ക് വന്നു, ഞാൻ എന്തുകൊണ്ട് ഒരു വരുമാനം ആഗ്രഹിച്ചു എന്നുള്ളതാണ്. എനിക്കും മക്കളുണ്ട്, എന്റെ ഫ്രണ്ടിലിരിക്കുന്ന ഭൂരിഭാഗം ആളുകൾക്കും മക്കളുണ്ടാവും. നമ്മളെല്ലാവരും മക്കളെ പഠിപ്പിക്കുന്നവരുമാണ്. എന്ത് പറഞ്ഞിട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളെ മക്കളെ പഠിപ്പിക്കുക? നന്നായിട്ട് പഠിക്കണം, പഠിച്ചൊരു ജോലി വാങ്ങണം. ജോലി വാങ്ങിയില്ലെങ്കിൽ നാളെ നമുക്ക് ബുദ്ധിമുട്ടേണ്ടി വരും. ഒരാൾ മാത്രം പണിയെടുത്താൽ ഒരു കുടുംബം കഴിഞ്ഞു പോകുന്ന സിറ്റുവേഷൻ ഒന്നുമില്ല. അതൊക്കെ പണ്ടത്തെ കാലത്താണ്. ഇന്ന് 2 പേരും കൂടെ കുടുംബം നോക്കിയാലാണ് മുമ്പോട്ട് പോകാൻ സാധിക്കുക എന്ന് ഞാൻ പഠിക്കുന്ന കാലം മുതലേ ഞാൻ കേൾക്കുന്നുണ്ട്. അത് ഞാൻ കേട്ടത് മാത്രമല്ല, എന്റെ അനുഭവവും അങ്ങനെ തന്നെയായിരുന്നു. കാരണം എന്റെ വാപ്പച്ചി ഒരു കടയായിരുന്നു, ഷോപ്പായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് ആൾക്ക്. ആ ഷോപ്പ് ആൾ കണ്ടിന്യൂസ് ആയിട്ട് കുറേ നാളുകളായിട്ട് ഷോപ്പിൽ തന്നെ കച്ചവടവും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇരുന്നപ്പോൾ ആൾക്ക് ബോറടിച്ച സമയത്ത് ആള് പറഞ്ഞു ഞാൻ ഓട്ടോ ഓടിക്കാനും കൂടെ തുടങ്ങാം. അപ്പോൾ ഉമ്മച്ചി കുറച്ചു നേരം കടയിലിരിക്കൂ. അപ്പോൾ കുറച്ചു നേരം ഞാനൊന്ന് ഓട്ടോ ഓടിച്ചിട്ട് എല്ലാവരെയും ഒന്ന് കണ്ടിട്ട് വരാം. എന്നിട്ട് ഞാൻ കടയിലിരിക്കുമ്പോൾ നീ വീട്ടിലേക്ക് പൊക്കോ എന്ന് പറഞ്ഞിട്ട് വാപ്പച്ചി സൈഡായിട്ട് ഓട്ടോ ഓടിക്കാനും കൂടെ തുടങ്ങി. ആ ഓട്ടോ ഓടിക്കാൻ തുടങ്ങിയ സമയത്ത് ആള് രാവിലെ ഒരു 5 മണിക്ക് ഓട്ടോ സ്റ്റാൻഡിലേക്ക് പോകും. ഒരു 11 മണി 12 മണിയാകുമ്പോഴത്തേനും ആള് തിരിച്ചു വരും. പക്ഷേ ഒരു 9 മണി മുതൽ 12 മണി വരെയും ഷോപ്പിലേക്ക് വാപ്പച്ചിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉള്ളത് കൊണ്ട്, ഫുൾ ടൈം കടയിലിരിക്കുമ്പോൾ മടുപ്പായതുകൊണ്ട് ഒരു എക്സ്ട്രാ ഒരു വരുമാനം അല്ലെങ്കിൽ ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി മാത്രം ഓട്ടോ എടുത്തിട്ട് പോയി തുടങ്ങിയ ഒരു വ്യക്തിയാണ്. അല്ലാതെ അത് ഓടിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നില്ല സത്യം പറഞ്ഞാൽ. വീട്ടിലിരുന്ന് മടുത്തിട്ട് ഓട്ടോയും കൊണ്ട് പോയത്. അങ്ങനെ പോയ ഒരു വ്യക്തി ആളങ്ങനെ പോകുമ്പോൾ ആൾക്കൊരു സപ്പോർട്ട് ആയിക്കോട്ടെ എന്ന് മാത്രം കടയിൽ വാപ്പച്ചീനെ സഹായിക്കാൻ വേണ്ടി മാത്രം വളരെ ചുരുങ്ങിയ സമയം മാത്രം കടയിലേക്ക് കേറിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു എന്റെ ഉമ്മച്ചി.
പക്ഷെ ഞാനൊരു 10ാം ക്ലാസ്സിലേക്ക് ജയിച്ച വർഷം എന്റെ ബാബച്ചിക്ക് ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു. ഹാർട്ട് അറ്റാക്ക് വന്ന ആള് ഭയങ്കര സീരിയസ് ആയി പോയി. ആ ഒരു സമയത്ത് ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ചെയ്ത സമയത്ത് ചെന്ന സമയത്ത് തന്നെ അവർ പറഞ്ഞു ഇത് ബൈപ്പാസ് ചെയ്യേണ്ടി വരും. ഏകദേശം ഞാനൊരു 10ാം ക്ലാസ്സിലേക്ക് ജയിച്ച വർഷം എന്ന് പറയുമ്പോൾ അല്ലേ, എന്റെ ഉമ്മച്ചൊക്കെ വളരെ ചെറുതാണ്. ഇന്ന് എന്റെ മകൻ പഠിക്കുന്നത് +1-ലാണ്. അപ്പൊ എന്നേക്കാൾ ചെറിയ പ്രായത്തിലെ എന്റെ ബാബച്ചിക്ക് അല്ലെങ്കിൽ അവർക്കൊരു ഓപ്പറേഷന്റെ ആവശ്യം വന്നിട്ടുണ്ട്. എന്റെ ഉമ്മച്ചി ആ ഒരു സമയം അത് ഭയങ്കരമായിട്ട് എന്താ പറയാ ബുദ്ധിമുട്ടി നിന്ന ഒരു സമയമായിപ്പോയി. അപ്പൊ ആ ഒരു സമയത്ത് ഒരു ഓപ്പറേഷൻ വേണം എന്ന് പറഞ്ഞ സമയത്ത് പെട്ടെന്ന് തന്നെ അഡ്മിറ്റ് ആക്കി ഓപ്പൺ സർജറി ഒക്കെ ചെയ്തു. അത് കഴിഞ്ഞ സമയത്താണ് മനസ്സിലാകുന്നത്. കാര്യം നല്ലപോലെ പണിയെടുക്കാൻ തയ്യാറായ ഒരു മനുഷ്യനായതുകൊണ്ട് തന്നെ പൈസയ്ക്കൊന്നും ഒരിക്കലും ഇന്നും അന്നും ഒരിക്കലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു കറക്റ്റ് ആയിട്ട് ഓൺ ദ സ്പോട്ടിൽ നമുക്ക് പേയ്മെന്റ് ഒക്കെ ചെയ്തുകൊണ്ട് ഓപ്പറേഷൻ നടത്താൻ പറ്റി. പക്ഷെ അത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞാൽ 1 വർഷത്തേക്ക് ആൾക്ക് റെസ്റ്റ് വേണം. പ്രത്യേകിച്ച് ഓട്ടോയില് അല്ലെ ഇങ്ങനെ ഓട്ടോയ്ക്ക് സ്റ്റാർട്ട് ആക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ എന്തായാലും ആ ജോലിക്ക് പോകാൻ പറ്റില്ല. കടയിൽ മറ്റുള്ള ആളുകൾ വന്നിരിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല. വീട്ടിൽ തന്നെ ഇരിക്കണം. പുറത്തിറങ്ങാൻ പാടില്ല. അത്രയും കെയർ ചെയ്താലാണ് ആളുടെ ആ ഒരു ട്രീറ്റ്മെന്റ് ഫലിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഉമ്മച്ചി അന്ന് വാപ്പച്ചിക്ക് ജോലിക്ക് പോകാൻ വേണ്ടി മാത്രം ആളൊന്ന് ഓട്ടോ ഓടിക്കാൻ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം കടയിലേക്ക് ഒരു കുറച്ച് സമയം വാപ്പച്ചിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കയറി ഇരുന്നത് കൊണ്ട് മാത്രം ഒരു കച്ചവടം ചെയ്യാൻ പഠിച്ചു എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ വാപ്പച്ചിക്ക് 1 വർഷം റെസ്റ്റ് പറഞ്ഞ സമയത്ത് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഞങ്ങളുടെ കുടുംബം കഴിഞ്ഞു പോയത് എന്റെ ഉമ്മച്ചി ആ കച്ചവടം ചെയ്യാനെന്ന് പഠിച്ചത് കൊണ്ടാണ്. ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല ആൾക്ക് കച്ചവടം ചെയ്യാനായിട്ട്. വീടിന്റെ ഫ്രണ്ടിൽ തന്നെയാണ് കട. ആള് കറക്റ്റായിട്ട് കടയും വീടുമായിട്ട് അങ്ങ് പോയി. അന്ന് കാര്യം വെച്ച് പറയും നന്നായിട്ട് പഠിക്കണം, പഠിച്ച് ജോലി വാങ്ങണം എന്നൊക്കെ പറയുമ്പോഴും അത് ജീവിതത്തിൽ നേരിട്ട് കണ്ടൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഒരു കുടുംബം എന്ന് പറയുന്നത് ആണുങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമല്ല. അതില് പെണ്ണുങ്ങളും നല്ലപോലെ എഫേർട്ട് എടുക്കാനുണ്ട്. അവർക്കും അതിനകത്ത് റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്നുള്ളത് എന്റെ ഉമ്മച്ചിയുടെ ജീവിതം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യം. അന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടാവും ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് നല്ലൊരു ജോലി കിട്ടണം. അതുകൊണ്ട് പെട്ടെന്ന് ജോലി കിട്ടാനും അതുപോലെ ഒരുപാട് പൈസ ഇല്ലാതെ പഠിച്ചിറങ്ങുമ്പോൾ തന്നെ ജോലി കിട്ടുന്ന ഒരു മേഖലയാണ് ഡിപ്ലോമ എന്നുള്ളത് കൊണ്ട് നല്ലൊരു മാർക്കിൽ പാസ്സായിട്ട് ഞാൻ എടുത്തത് പോളിടെക്നിക്കിലായിരുന്നു. പോളിയിലാണ് ഞാൻ പോയി ചേർന്നത്. ഡിപ്ലോമ പഠിച്ചു. ഡിപ്ലോമ പഠിച്ചു കഴിഞ്ഞ ഉടനെ എനിക്ക് ആ ഒരു വെക്കേഷനിൽ ആ ഒരു സ്റ്റഡി ലീവിൽ എനിക്ക് കല്യാണമായി. നമ്മുടെ ഇപ്പൊ പറഞ്ഞ ഹസന സാർ ആയിട്ട് എന്റെ കല്യാണം പെട്ടെന്ന് തന്നെ നടന്നു. ഒരു മെയിൽ എന്റെ കല്യാണം നടന്നു. സത്യം പറഞ്ഞാൽ മെയ് ലാസ്റ്റ് ആകുമ്പോഴത്തേനും എനിക്കൊരു ഇന്റർവ്യൂവിൽ അപ്പോയിന്റ്മെന്റ് കിട്ടി. നമുക്ക് ഇൻഫോ പാർക്കിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ വിപ്രോയിൽ നല്ലൊരു സാലറിയിൽ ജോലി കിട്ടി. പക്ഷെ ചെറുപ്പം മുതലേ ഞാൻ ആഗ്രഹിച്ച് പഠിച്ച ഒരു ജോലിക്ക് എനിക്ക് ഒരു ദിവസം പോലും പോകാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ്. കാരണം ഞാൻ കല്യാണം കഴിഞ്ഞുകൊണ്ടുവന്ന ഫാമിലി എന്ന് പറയുന്നത് ഒരു കൂട്ടുകുടുംബ ഫാമിലിയാണ്. അവിടെ ഒരുപാട് ആളുകളുണ്ട്. അനിയനും ചേട്ടനും അവരുടെ മക്കളും ഒക്കെ ആയിട്ടുള്ള ആളുകളുണ്ട്. അപ്പൊ എനിക്ക് ഒരിക്കലും ആ ഒരു ഫാമിലിയിൽ നിന്നും നൈറ്റ് ഷിഫ്റ്റ് ഉള്ള ഒരു ജോലിയാണ് അല്ലെ, കമ്പനി ജോലി എന്ന് പറയുമ്പോൾ കമ്പനിയിലാണ് ജോലി കിട്ടുന്നത്. നൈറ്റ് ഷിഫ്റ്റ് ഉണ്ട്. അപ്പൊ എനിക്ക് ആ ഒരു ഫാമിലിയിൽ നിന്നും അങ്ങനെ ജോലിക്ക് പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞ് വന്ന ഉടനെയാണ് ഒരു പെർമിഷൻ ചോദിക്കാനൊക്കെ ഒരു പേടി, ഒരുപാട് ആളുകൾ ഉള്ളത് കൊണ്ട്. അതുകൊണ്ട് അത്രയും ആഗ്രഹിച്ച് മോഹിച്ച് കിട്ടിയ ഒരു ജോലിക്ക് ഒരു ദിവസം പോലും ഞാൻ പോയില്ല എന്നുള്ളതാണ്. ഏറ്റവും നല്ലൊരു ജോലിയാണ് കിട്ടിയത്. എനിക്ക് പോകാനായിട്ട് സാധിച്ചില്ല. പെട്ടെന്ന് എനിക്ക് 2 കുട്ടികളൊക്കെ ആയി ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര നിരാശ തോന്നിയിട്ടുണ്ട്. എന്തിനാണല്ലേ ഞാൻ ഇത്രയും പഠിച്ചിട്ടും എനിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. എന്റെ ഹസ്ബൻഡിനാണെങ്കിൽ ഓൾറെഡി അതൊരു കമ്പനിയിൽ ജോലിയുണ്ട്. അതോടൊപ്പം തന്നെ സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ആള് ഫുൾ ടൈം എന്നേക്കാൾ വിദ്യാഭ്യാസം കുറഞ്ഞൊരു വ്യക്തിയാണ്. പക്ഷെ ആള് ഫുൾ ടൈം കുടുംബം നോക്കാൻ വേണ്ടിയിട്ട് ഓടുന്നുണ്ട്. രാവിലെ ജോലിക്ക് ബിസിനസ്സിന് പോകുന്നു. അതിനുശേഷം കമ്പനിയിൽ ജോലിക്ക് പോകുന്നു. പിന്നെ വന്നിട്ട് പാർട്ടി പ്രവർത്തനം. ആൾക്ക് ഒരു നേരം ഇരിക്കാൻ സമയമില്ല. ഫുൾ ടൈം ഫാമിലിക്ക് വേണ്ടിയിട്ട് വർക്കിലാണ്. പക്ഷെ ഞാനോ പഠിച്ചിട്ടും എനിക്ക് ഒരു രൂപ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ബുദ്ധിമുട്ട് തോന്നി. ഞാനും ഇപ്പൊ മക്കളെയൊക്കെ എന്തിനാണ് ഇനി പഠിപ്പിക്കുന്നതെന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കി ഞങ്ങൾ പെട്ടെന്ന് തന്നെ വീടൊക്കെ വെച്ച് തൊട്ടടുത്ത് തന്നെ വീടൊക്കെ വെച്ച് അനിയനൊക്കെ കല്യാണം കഴിക്കാനുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ വീട് വെച്ച് മാറി. ആ ഒരു സമയത്ത് എന്റെ മക്കളെ നഴ്സറിയിൽ കൊണ്ടുപോയി ആക്കിയ സമയത്ത് എന്റെ ഹസ്ബൻഡ് എന്നെയും പഠിക്കാൻ ചേർത്തു. ടീച്ചിങ്ങിന് വിട്ടു. കാരണം ടീച്ചിങ് ആകുമ്പോൾ കുട്ടികളുടെ കൂടെ പോയാൽ കുട്ടികളുടെ കൂടെ തിരിച്ചു വരാലോ എന്നുള്ള രീതിയിൽ അത് പഠിപ്പിക്കാൻ വിട്ടു. ഞാൻ അങ്ങനെ ടീച്ചറായിട്ട് മാറി. കുട്ടികളെ സ്കൂളിൽ ചേർത്തപ്പോൾ നഴ്സറിയിൽ വിട്ടപ്പോൾ എന്നെയും പഠിക്കാൻ വിട്ടു. കുട്ടികളെ സ്കൂളിൽ ചേർത്ത സമയത്ത് എന്നെയും അതേ സ്കൂളിൽ ടീച്ചറായിട്ട് ആള് എനിക്ക് ജോലി വാങ്ങി തന്നു. പക്ഷെ ആ ഒരു ജോലിക്ക് വളരെ ഒരു 6 വർഷമാണ് എനിക്ക് പോകാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. പക്ഷെ ആ ഒരു ജോലിക്ക് ഞാൻ 1 വർഷം പോയ സമയത്ത് തന്നെ എന്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞായിരുന്നു പോകണ്ട എന്ന്. വേറെ ഒന്നും കൊണ്ടല്ല, ആ ഒരു ജോലിക്ക് ഞാൻ ടീച്ചറായിട്ട് കയറിയെങ്കിൽ പിറ്റത്തെ വർഷം ഞാൻ ഹെഡായിട്ട് അവിടെ നിന്ന് മാറിയിട്ടുണ്ട്. അത്രയും എഫേർട്ട് എന്തൊരു ജോലിയാണെങ്കിലും ഭയങ്കര സിൻസിയർ ആയിട്ട് അതിന് നമ്മൾ മാക്സിമത്തിൽ കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ടീച്ചറായിട്ട് കയറി പിറ്റത്തെ വർഷം ഹെഡായിട്ട് അവിടെ എനിക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടി. പക്ഷെ നമ്മൾ എടുക്കുന്ന റിസ്ക്കും ടെൻഷനും എഫേർട്ടുകളും എല്ലാം കണ്ടിട്ട് എന്റെ ഹസ്ബൻഡ് പറഞ്ഞൊരു കാര്യം അതിനനുസരിച്ചിട്ടുള്ള സാലറി ഇല്ല. ഒരു 10,000 രൂപ സാലറി ഒക്കെയാണ് ഉള്ളത്. അത് കണ്ട സമയത്ത് ആള് പറഞ്ഞു ഇത്രയും സാലറിക്ക് വേണ്ടിയിട്ട് ജോലിക്ക് പോകണ്ട എന്ന് പറഞ്ഞു. കാരണം ഒരു 10,000 രൂപ സാലറിക്ക് പോകുന്ന ആളുകൾ എന്റെ മുമ്പിൽ എപ്പോഴും ഉണ്ടാവും. ഈ ഒരു സ്ക്രീനിൽ എന്റെ മുമ്പിൽ ഉണ്ടാവും 10,000, 12,000, 15,000 രൂപ സാലറിക്ക് പോകുന്ന ആളുകൾ ഉണ്ടാവും. എന്റെ ഒരു സാലറി 10,000 രൂപയായിരുന്ന സമയത്ത്
സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫിജി കാർഡ് ചെയ്യുന്ന സമയത്താണ് ഞാൻ ആലോചിക്കുന്നത്, ഞാൻ എന്തൊരു മണ്ടത്തരാണല്ലോ, എത്ര നിസ്സാര സാലറിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നതെന്ന്. കാരണം വെറും 333 രൂപയാണ് ഒരു ദിവസത്തെ എന്റെ സാലറി. ഞാൻ ആ ഒരു സാലറി, ഒരു ദിവസത്തെ സാലറി ആയിട്ട് നമ്മൾ ഈ 10,000 രൂപയ്ക്ക് ജോലിക്ക് പോകുന്ന ആളുകൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരു 333 രൂപയ്ക്കാണ് നമ്മൾ പണിയെടുക്കുന്നത്. എന്റെ വീട്ടിൽ ഞാൻ ഫിജി കാർഡ് ചെയ്തു തുടങ്ങിയ സമയത്ത് ഞാൻ പണിക്ക് ഒരാളെ ആഴ്ചയിൽ നിർത്തുന്നുണ്ടായിരുന്നു, ഒരു 3 ദിവസം ആഴ്ചയിൽ വരാൻ വേണ്ടിയിട്ട്. ഞാൻ അവർക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു 500 രൂപയിൽ കൂടുതൽ. അല്ലെ, അങ്ങനെ ഒരു വീട്ടിൽ പണിക്ക് വരുന്ന ഒരാൾക്ക് കിട്ടുന്ന സാലറി പോലും സത്യം പറഞ്ഞാൽ ഒരു ഭയങ്കര ഹൈ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ടീച്ചിങ്ങിന് പോകുന്ന സമയത്ത് എനിക്ക് കിട്ടുന്നില്ല. ഇവിടെ വീട്ടിലെ പണിക്ക് വരുന്നയാള് ഒരു 3-4 മണിക്കൂറാണ് പണിയെടുക്കുന്നത്, ഞാൻ ഒരു 8 മണിക്കൂർ സ്കൂളിൽ പണിയെടുക്കുന്നുണ്ട്. എന്നിട്ടും എനിക്ക് കിട്ടുന്നത് വളരെ തുച്ഛമായ ഒരു സാലറിയാണ്. അത് ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് വന്ന് എനിക്കൊരു വലിയൊരു ഇൻകം ഒക്കെ കിട്ടി തുടങ്ങിയപ്പോഴാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഹസ്ബൻഡ് ഇത് പോകണ്ട എന്ന് പറഞ്ഞ സമയത്തും, പോകണ്ട എന്ന് പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല, സാലറി കുറവായത് കൊണ്ടാണ്. നമ്മളെടുക്കുന്ന എഫേർട്ടുകൾ ടെൻഷനൊക്കെ കൂടുതലാണ്. പക്ഷെ ഇതിൽ സാലറി കുറവായതുകൊണ്ട് എന്നോട് പോകണ്ടെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ഒരു ജോലി എന്ന് പറയുന്നത് ഒരു കുടുംബം മുമ്പോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ രീതിയിൽ എന്തെങ്കിലും ഒരു സപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് കൊണ്ട് ഞാൻ ഇത് വളരെ എൻജോയ് ചെയ്തിട്ടാണ്, എനിക്കൊരു ടെൻഷനും ഇല്ല, ബുദ്ധിമുട്ടും ഇല്ല എന്ന് ഞാൻ സത്യം പറഞ്ഞാൽ അഭിനയിച്ച് കാണിച്ചിട്ടാണ് ഈ ഒരു ജോലിക്ക് ഞാൻ ഒരു 6 വർഷം പോയത്. ഇത് ഞാൻ പ്രഗ്നന്റ് ആയ ടൈമിൽ എന്നോട് ആൾ പറഞ്ഞു, ഓൺ ദ സ്പോട്ടിൽ പറഞ്ഞ കാര്യം, ജോലി നിർത്തിക്കോന്നാണ്. അങ്ങനെ ആ ജോലിയിൽ നിന്ന് എനിക്ക് പോരേണ്ടി വന്നു. പോകുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ ഇനി കൊച്ചിനെ സ്കൂളിലാക്കുന്ന സമയത്ത് ഞാൻ വീണ്ടും ആ ജോലിക്ക് കയറുമെന്ന് നിശ്ചയിച്ചിട്ടും അങ്ങനെ തന്നെ പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത്. പക്ഷേ ഞാൻ അങ്ങനെ മോളൊക്കെ ആയിട്ട് വീട്ടിലിരിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു എന്തായാലും എന്റെ ഹസ്ബൻഡ് വിടുമെന്ന് അറിയില്ല, എന്തായാലും വേറൊരു ജോലിക്ക് ശ്രമിക്കാം എന്ന് ചിന്തിക്കുമ്പോൾ ഒരു ജോലിയും എനിക്ക് കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാൻ പറ്റുന്നതില്ല. സ്കൂൾ ജോലി തന്നെയാണുള്ളത്, പക്ഷെ അതിൽ ഇതാണ് പ്രശ്നം, സാലറി കുറവാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു PSC ഒക്കെ ഓൺലൈനായിട്ട് വീട്ടിലിരുന്ന് പഠിക്കാം. എന്റെ അനിയനും അനിയത്തിയൊക്കെ ഗവൺമെന്റ് എംപ്ലോയീസ് ആണ്. ഞാൻ ഓർക്കുന്ന വീട്ടിലിരുന്ന് PSC പഠിക്കാം എന്നോർത്തുകൊണ്ട് ഞാൻ അങ്ങനെ അത് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ വാർഡിലെ മെമ്പർ വിപിൻഷ മേഡം ഈ ഒരു ബിസിനസ് അവസരം ഞങ്ങളിലേക്ക് കൊണ്ടുവന്ന് തരുന്നതും, ഇത് കൊണ്ടുവന്നത് സമയത്ത് ഇപ്പൊ സാജിദ മേഡം ആയിക്കോട്ടെ, ഉമർ സാർ ആയിക്കോട്ടെ, പറഞ്ഞ പോലെ പെട്ടെന്ന് തന്നെ നോ പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഇതെനിക്ക് സാധിക്കില്ല, ഇങ്ങനെ ഒരു ജോലി എനിക്ക് ഇഷ്ടമല്ല, ഇത് കുറെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്, കുറെ അധികം ആളുകൾ ഇതിലൂടെ മറ്റു പല പ്രോഡക്റ്റുകളും കൊണ്ടുവന്നിട്ടുണ്ട്, ഇത് ആളെ ചേർക്കുന്നതല്ലേ, മണി ചെയിൻ അല്ലേ എന്നൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ ഉള്ളിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഇത് ഫുള്ളായിട്ട് ഒന്ന് കേൾക്കാൻ പോലും മൈൻഡ് വെക്കാതെ ആള് പറഞ്ഞ സമയത്ത് തന്നെ നോ പറഞ്ഞ് വീട്ടിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. പക്ഷേ വിപിൻഷ എന്ന് പറയുന്ന ഞങ്ങളുടെ അപ്ലൈ ലീഡർ ഭയങ്കര ഫോളോ അപ്പിന്റെ ആളാണ്. അതായത് ഒരു കാര്യം ആള് വിചാരിച്ചാൽ അത് കേൾക്കുന്ന ആളെ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് വരെ ഫോളോ അപ്പ് എടുക്കും. അതുകൊണ്ട് എന്റെ അടുത്ത് പറഞ്ഞാൽ നടക്കില്ല എന്നറിയാവുന്നത് കൊണ്ട് എന്റെ ഹസ്ബൻഡിനോട് ഇതിനെപ്പറ്റി സംസാരിക്കുകയും വീണ്ടും വീണ്ടും പുറത്തു വെച്ച് കാണുന്ന സമയത്തൊക്കെ ഇത് നല്ല ബിസിനസ്സാണ്, ബോബി ചെമ്മണ്ണൂരിന്റെ ആണ് എന്ന് വീണ്ടും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത സമയത്ത് എന്റെ ഹസ്ബൻഡ് ഒരു തീരുമാനം എടുത്തു. ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന വ്യക്തി ഒരിക്കലും സാധാരണപ്പെട്ട ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ഒരു സ്ഥാപനം തുടങ്ങില്ല എന്നുള്ളത്. അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. കാരണം എത്രയോ ഒരു 162 വർഷമായിട്ട്, 162 വർഷത്തിൽ കൂടുതൽ ബിസിനസ് പാരമ്പര്യമുള്ള ഒരു ഫാമിലിയാണ് ചെമ്മണ്ണൂർ ഫാമിലി എന്ന് പറയുന്നത്. അവരൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥാപനം അവർ തുടങ്ങില്ല എന്ന് ഏതൊരാൾക്കും അറിയാവുന്നതാണ്. കാരണം അങ്ങനെ ഒരു ബിസിനസ് അവർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ എല്ലാ ബിസിനസിനെ അത് ബാധിക്കും. അതുപോലെ സമൂഹത്തിന് നന്മ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, ഒരുപാട് ചാരിറ്റി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ഒരു വ്യക്തി മറ്റുള്ള ആളുകളുടെ, പാവപ്പെട്ട ആളുകളുടെ കയ്യിൽ നിന്നും പൈസ തട്ടുന്ന ഒരു രീതിയിലുള്ള ഒരു പ്രവൃത്തിയും ചെയ്യില്ല എന്ന് മനസ്സിലാക്കാൻ എന്റെ മുമ്പിലിരിക്കുന്ന എല്ലാവർക്കും കഴിയുന്നതാണ്. എന്റെ മുമ്പിലിരിക്കുന്ന എല്ലാവർക്കും നല്ല ഉറപ്പുള്ള ഒരു കാര്യമാണ്, ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന വ്യക്തി ഒരിക്കലും മറ്റുള്ളവരെ പറ്റിക്കുന്ന ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്യില്ല എന്നുള്ളത്. പ്രത്യേകിച്ച് സാധാരണക്കാരായിട്ടുള്ള ആളുകളെ പറ്റിക്കുന്ന ഒരു പരിപാടിയും അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യില്ല. ഏകദേശം 17 തരം ബിസിനസ് ഉള്ള ഒരു വ്യക്തി. അദ്ദേഹം ഒക്കെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് എന്തെല്ലാം കാര്യങ്ങൾ ഗവൺമെന്റിൽ നിന്ന് കിട്ടണമെന്ന് മനസ്സിലാക്കിയിട്ട് മാത്രമാണ് സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ തിരിച്ചറിയാനുള്ള ബുദ്ധിയും ബോധമൊക്കെ ഉള്ള ആളുകളാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത് അല്ലേ, എല്ലാവരും. അങ്ങനെ എന്റെ ഹസ്ബൻഡ് ആ പ്ലാൻ വ്യക്തമായിട്ട് കേട്ട സമയത്താണ് ആൾക്ക് അങ്ങനെ ഇത് ബോബി ചെമ്മണ്ണൂരിന്റേതാണ് എന്ന് വ്യക്തമായിട്ട് ബോധ്യമായത്. അങ്ങനെ ആള് ഈ ഒരു ബിസിനസ്സിലേക്ക്, വിപിൻഷ എന്ന് പറയുന്ന ഞങ്ങളിൽ അപ്ലൈ ലീഡറുടെ നിർബന്ധ പ്രകാരമുള്ള ഒരു ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വന്നു. അപ്പോഴും ഞാൻ ഈ ഒരു ബിസിനസ്സിൽ എന്റെ ഹസ്ബൻഡ് ജോയിൻ ചെയ്തതിനെ പറ്റി അറിഞ്ഞിട്ടില്ല. പിന്നീട് ഈ ഒരു ബിസിനസിന്റെ പ്ലാൻ ആള് കേൾക്കാൻ തീരുമാനിച്ചു. അങ്ങനെ കേൾക്കുന്ന സമയത്ത് ആൾക്ക് മനസ്സിലായത് കൊള്ളാം, ബിസിനസ് നല്ലതാണെന്ന്. ഇതിൽ ജോയിൻ ചെയ്ത് പിറ്റേന്ന് മുതൽ ഈ ഒരു ബിസിനസ് നല്ലതാണെന്ന് മനസ്സിലാക്കിയ വ്യക്തിയല്ല എന്റെ ഹസ്ബൻഡ്. ഞാൻ പറഞ്ഞില്ല, ഒരുപാട് തിരക്കുള്ള ഒരു വ്യക്തിയാണ്. ആ തിരക്കിനിടയിൽ വിപിൻഷ മേഡം പറയുന്ന മീറ്റിംഗ് ഒന്നും ആൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ ബിസിനസ് എന്താണെന്ന് ആൾക്ക് മനസ്സിലായില്ല. പക്ഷേ ബിസിനസിന്റെ തിരക്കുകൾക്കിടയിൽ ആൾ ചെയ്യുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ബിസിനസിന്റെ തിരക്കിൽ അവർക്ക് ഒരു ദിവസം ഒരു ആക്സിഡന്റ് ഉണ്ടാവുകയും അത് പ്രകാരം ഒരു 1.5 മാസം ഒരു റെസ്റ്റ് പറയുകയും ചെയ്തു എന്നുള്ളതാണ്. അല്ലെ, ദൈവം എന്തെങ്കിലും ഒന്ന് കാണാതെ മറ്റൊന്നും തരില്ല എന്ന് പറഞ്ഞ പോലെ ഒരു അപകടത്തിന്റെ രൂപത്തിലാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു ബിസിനസ്സിലേക്ക് ഞങ്ങളെ സീരിയസ് ആയിട്ട് ചിന്തിപ്പിച്ചത്. അന്ന് അങ്ങനെ ഒരു അപകടം നടന്നില്ലായിരുന്നെങ്കിൽ ഒരിക്കലും
ഞാനും എൻ്റെ ഹസ്ബൻഡും ഇത് സീരിയസ് ആയിട്ട് ഏറ്റെടുക്കില്ലായിരുന്നു. കാരണം നമുക്ക് അന്നന്ന് ജീവിക്കാനുള്ള വരുമാനം ഞങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരുന്നു. ഇത് എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ടുള്ള ഒരു ബിസിനസ്സാണ്. ഇതൊന്നും നമുക്ക് സാധിക്കുന്നതല്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഇതിന്റെ മഹത്വം മനസ്സിലാക്കാതെ വിട്ടുകളഞ്ഞു പോയേനെ. പക്ഷേ ഒരു ആക്സിഡന്റ് പറ്റി ഒരു 1.5 മാസം വീട്ടിൽ റെസ്റ്റ് എടുക്കേണ്ടി വന്ന സമയത്ത് വിപിൻ ഷാ വീണ്ടും വന്നിട്ട് എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, "എടാ നീ എന്തായാലും ഫ്രീ ആയിട്ടിരിക്കുകയാണ്. നീ ഇപ്പൊ ഒരു മീറ്റിംഗ് ഉണ്ട് ഇതൊന്ന് അറ്റൻഡ് ചെയ്യുമെന്ന്" പറഞ്ഞ് നിർബന്ധപൂർവ്വം മീറ്റിങ്ങുകളൊക്കെ അറ്റൻഡ് ചെയ്യിപ്പിച്ച സമയത്ത് എൻ്റെ ഹസ്ബൻഡിന് ഒരു തിരിച്ചറിവുണ്ടായി എന്നുള്ളതാണ്. കാരണം ആള് ചെയ്യുന്ന കമ്പനി ജോലിയാണെങ്കിലും, അതുപോലെ മറ്റ് ബിസിനസ്സുകളൊക്കെ ആണെങ്കിലും, അതുപോലെ പാർട്ടി പറഞ്ഞ് പുറത്തിറങ്ങുന്നതാണെങ്കിലും ഒക്കെ ആൾക്ക് ആരോഗ്യമുള്ള സമയത്ത് മാത്രമേ നടക്കുന്നുള്ളൂ. ആരോഗ്യം ഇല്ലാത്ത സമയത്ത് അല്ലേ, ഒരു അസുഖം വന്ന് ജസ്റ്റ് ഒരു ആക്സിഡന്റ് പറ്റി വീട്ടിലിരിക്കുന്ന സമയത്ത് ചെലവിന് കുറവൊന്നുമില്ല. അല്ലേ, അന്നും ആൾക്ക് ചിട്ടിയുടെ പൈസ അടയ്ക്കാനുണ്ട്. കുട്ടികൾ 2 പേരും സിബിഎസ്ഇ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. അവരുടെ ഫണ്ട് അടയ്ക്കാനുണ്ട്. വീട്ടിലേക്കും മറ്റുള്ള ആവശ്യങ്ങൾക്കൊക്കെ പൈസ വേണം. പക്ഷേ ലീവാകുന്ന സമയത്ത് കമ്പനിയിൽ നിന്ന് സാലറി ഇല്ല. ബിസിനസ്സിന് പോകാൻ പറ്റാത്തതുകൊണ്ട് അവിടെ നിന്നും വരുമാനമില്ല. പക്ഷേ ചെലവുകൾ അന്നും ഇന്നും നമുക്കൊരു ആരോഗ്യ പ്രശ്നമാണെങ്കിലും കൂടുതലാണ്. അല്ലെ, ഹോസ്പിറ്റലിൽ പോകുന്നതിന് വരെ നമുക്ക് എക്സ്ട്രാ ചെലവാണ്. അപ്പോൾ നമുക്കൊരു ഹെൽത്ത് ഇഷ്യൂ വരുന്ന സമയത്ത് നമുക്ക് എക്സ്ട്രാ ചെലവാണ്. പക്ഷേ ആ സമയത്ത് നമുക്ക് കിട്ടുന്ന വരുമാനം പോലും നിലച്ചു പോകുമെന്നുള്ളൊരു സത്യം എൻ്റെ ഹസ്ബൻഡ് മനസ്സിലാക്കി എന്നുള്ളതാണ്. അദ്ദേഹം അന്ന് ഇത് സീരിയസ് ആയിട്ട് ഏറ്റെടുക്കാൻ തീരുമാനിക്കുകയും സ്വപ്ന എന്ന് പറയുന്ന ഞങ്ങളുടെ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള ഇന്ന് കമ്പനിയുടെ 13ാമത്തെ റാങ്കിൽ നിൽക്കുന്ന ലീഡറെ വിപിൻ ഷാ മേഡം കോൺടാക്ട് ചെയ്ത് സംസാരിപ്പിച്ച് ഈ ബിസിനസ് ഒന്നും കൂടെ ഹസൻ സാറിന് മനസ്സിലാക്കി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഈ ബിസിനസ് സീരിയസ് ആയിട്ട് ആളെ ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. അന്ന് എന്നെ പോലും അറിയിക്കാതെ, ഞാനൊരു 6 വർഷം സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിട്ടും എനിക്കൊരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിട്ടില്ല. അത് പറയുമ്പോൾ നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നു എനിക്കറിയില്ല. എനിക്ക് സാലറി കിട്ടുന്നത് കയ്യിലാണ്, കവറിലിട്ടിട്ടാണ് കിട്ടുക. എനിക്ക് ആകെ അക്കൗണ്ട് ഉള്ളത് സൊസൈറ്റിയിലാണ്. അപ്പൊ ഇതിൽ ജോയിൻ ചെയ്യാൻ നമുക്ക് സൊസൈറ്റിയിലെ മെമ്പർഷിപ്പ് പോരാ, അക്കൗണ്ട് പോരാ. പിന്നെ നാഷണലൈസ്ഡ് ബാങ്കിൽ നമുക്ക് അക്കൗണ്ട് വേണം. അപ്പൊ എന്നെ ഹസ്ബൻഡ് ഒരു ദിവസം നിർബന്ധിച്ച് പറയാണ്, "വാ നമുക്കൊന്ന് പുറത്ത് പോയി ബാങ്കിൽ അക്കൗണ്ട് എടുക്കാം" എന്ന് പറയുന്ന സമയത്ത് ഞാൻ ചോദിക്കുകയാണ്, എന്തിനാണ് ഇപ്പൊ ഒരു അക്കൗണ്ട് എടുക്കാൻ പോകുന്നത്? അതിന്റെ ആവശ്യമില്ലല്ലോ. എനിക്കിപ്പോ ജോലി ഇല്ലല്ലോ. ജോലിയൊക്കെ ആവുമ്പോഴല്ലേ അപ്പൊ നമുക്ക് എടുക്കാം. ഇപ്പൊ മോളെയൊക്കെ നോക്കി വീട്ടിലിരിക്കുവല്ലേ എന്ന് പറയുന്ന സമയത്തല്ല, ഇപ്പൊ ഞാൻ ഫ്രീ ആണ്, ഇപ്പൊ നമുക്ക് പോയിട്ട് എടുക്കാം എന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിച്ച് കൊണ്ടുപോയി ഒരു അക്കൗണ്ട് എടുപ്പിച്ചു. അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ പാൻ കാർഡ് എടുക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പാൻ കാർഡൊക്കെ ഇപ്പൊ എനിക്ക് എന്തിനാണ്, ഞാൻ ഒരു ജോലിക്കും പോകുന്നില്ല, പാൻ കാർഡിന്റെ ഒന്നും ഒരു ആവശ്യമില്ല എന്ന് പറഞ്ഞ സമയത്ത്, എന്തായാലും വന്നില്ലേ പാൻ കാർഡൊക്കെ ഇനി എല്ലാവർക്കും വേണ്ടി വരും എന്ന് പറഞ്ഞ് പാൻ കാർഡിന്റേതും എടുപ്പിച്ചു. ഇതെടുത്ത് നമുക്കറിയാലേ, പാൻ കാർഡ് കിട്ടാൻ ഒരു 3-4 ദിവസം വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ അത് എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ അവരോട് ചോദിക്കണം, ഇതിന്റെ നമ്പർ ഒന്ന് തരാമോ, ഇന്ന് തന്നെ കിട്ടുമോ നമ്പർ എന്നൊക്കെ ചോദിച്ചാൽ അപ്പൊ നമ്പർ കൊടുത്ത്, ഇതൊക്കെ തന്നെ ആയിരിക്കുമോ ഇനി കാർഡ് കിട്ടുമ്പോൾ എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കണം. ഇതൊക്കെ ഇപ്പൊ കിട്ടിയിട്ട് എന്തിനാണ്, എപ്പോഴെങ്കിലും കിട്ടുമ്പോ കിട്ടട്ടെ, നമുക്ക് ധൃതിയൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ, അല്ല ഞാൻ വെറുതെ ചോദിച്ചതാണെന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ വന്ന സമയത്ത് എന്നോട് പറഞ്ഞു, ഒരു ഫോം തന്നിട്ട് ഇതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കൂ എന്ന് പറഞ്ഞു. അതിനപ്പുറത്ത് ബാങ്കിന്റെ പാൻ കാർഡിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ആയിരിക്കും എന്നോർത്ത് അത് ഫില്ല് ചെയ്ത് കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഫോട്ടോ വേണം, ആ ഒരു ഫോട്ടോയും കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കാണുന്നുണ്ട് എന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ട്, വെൽക്കം ടു ഫിജി കാർഡ് ഫാമിലി എന്ന് പറഞ്ഞൊരു മെസ്സേജ്. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിലാണ് എന്നെ കൊണ്ടൊന്ന് ജോയിൻ ആക്കിയത്, ഞാനിത് ആരോടെങ്കിലും പറയൂ, ബിപിൻ ഷാ പറഞ്ഞ ആ പരിപാടിയാണോ അത്, നിങ്ങൾക്ക് നാണാവൂല ഇതിനകത്തൊക്കെ ജോയിൻ ചെയ്തിട്ട് ആളുകളോട് പറയാൻ? ഞാനിത് പറയില്ലാട്ടോ എന്ന് പറഞ്ഞ സമയത്ത് ബിപിൻ ഷാ ആണെങ്കിലും എന്റെ ഹസ്ബൻഡ് ആണെങ്കിലും പറഞ്ഞൊരു കാര്യം, സൗമ്യ ആരോടും പറയണ്ട, സൗമ്യ ആരോടെങ്കിലും പറയുമെന്ന് ഓർത്തിട്ടല്ല സൗമ്യ ജോയിൻ ചെയ്യിപ്പിച്ചത്, സൗമ്യ ആരോടും പറയില്ല എന്ന് ഞങ്ങൾക്കറിയാം. എന്റെ ഹസ്ബൻഡ് പറഞ്ഞത്, സൗമ്യ ഇത് ആരോടും പറയണ്ട, ജസ്റ്റ് മീറ്റിംഗ് ഒക്കെ ഒന്ന് കേട്ട് നോക്ക് എന്താന്ന് മനസ്സിലാകാൻ. ഞാൻ തന്നെ പണിയെടുത്തിട്ട് ഇപ്പൊ സായിദ മേഡം പറഞ്ഞ പോലെ അല്ലെ, മകനിക്ക് വരുമാനം കിട്ടാൻ അമ്മ പണിയെടുത്ത് വരുമാനം വാങ്ങിച്ചു കൊടുത്തു എന്ന് പറഞ്ഞ പോലെ, ഞാൻ പണിയെടുത്ത് നിന്റെ അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ടാക്കി തരാൻ നിനക്ക് പൈസ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണല്ലോ. അപ്പൊ എനിക്ക് കുറെ ആൾക്കാരൊക്കെ ആയിട്ട് കണക്ഷൻ ഉണ്ട്. ഞാൻ അത് ചെയ്യുമ്പോൾ നിന്റെ അക്കൗണ്ടിലും ക്യാഷ് കിട്ടും കുറച്ച് വല്ലപ്പോഴൊക്കെ, അതിനുവേണ്ടി മാത്രം ജോയിൻ ചെയ്യിപ്പിച്ചതാണ് എന്ന് പറഞ്ഞ് എന്നെ സമാധാനിപ്പിച്ചു. പക്ഷെ എന്നോട് വീണ്ടും വീണ്ടും മീറ്റിംഗുകളൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞ സമയത്ത് ഞാൻ ആ മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത്, ഇത് ഏതൊരാൾക്കും ചെയ്യാൻ സാധിക്കും. ഇതിന് പ്രത്യേകിച്ച് ഒരുപാട് കോൺടാക്ട്സ് വേണമെന്നോ, നന്നായിട്ട് സംസാരിക്കാൻ പറ്റണമെന്നോ, നമ്മൾ ഭയങ്കര അടിപൊളിയായിരിക്കണമെന്നോ അങ്ങനെയൊന്നുമില്ല. പൈസ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനസ്സും അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു മനസ്സും, അല്ലേ, പൈസ വേണമെന്ന് ആഗ്രഹിക്കുക, നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാവും, ഈ 2 കാര്യം ഉണ്ടെങ്കിൽ ഏതൊരാൾക്കും ഈ ബിസിനസ്സിൽ ജോയിൻ ചെയ്ത് പണിയെടുക്കാൻ സാധിക്കും, വരുമാനം വാങ്ങിക്കാൻ സാധിക്കും. അങ്ങനെ ഒന്നും അറിയാതെ ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്ന് ഇന്ന് എന്റെ മുമ്പിൽ ഗസ്റ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ വളരെ ഭാഗ്യം ചെയ്തവരാണ്. കാരണം കയറി വരുന്നതിന് മുമ്പേ ഈ ഒരു ബിസിനസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ ഈ ബിസിനസ്സിലേക്ക് കയറി വന്നിട്ട് എന്നെ ആരും നിർബന്ധിച്ചിട്ട് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യിപ്പിച്ച ആളല്ല. എനിക്ക് തോന്നിയത് എന്താണെന്ന് മനസ്സിലാക്കണം. ഞാൻ ഹസ്ബൻഡിനോട് ചോദിക്കുമ്പോൾ ആള് പറയും, നീ മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് നോക്കും മനസ്സിലാകും എന്ന് പറയും. ആളായിട്ടൊന്നും പറഞ്ഞു തരുന്നില്ല. ഇതെന്താണെന്നൊന്ന് അറിയണം എന്ന് വിചാരിച്ച് മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്തു. ഇത് അറ്റൻഡ് ചെയ്ത സമയത്ത് ഒരുപാട് പ്രായമായ ആളുകളും വിദ്യാഭ്യാസം കുറഞ്ഞ ആളുകളും വിദ്യാഭ്യാസം ഉള്ളവരും ചെറുപ്പക്കാരും ഒക്കെ ഇത് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് സംസാരിക്കാൻ അറിയില്ല, ഒരുപാട് സൗണ്ട് ഇല്ലാത്ത ആൾക്കാര്, കണ്ടാൽ വളരെ മെലിഞ്ഞ ആൾക്കാര്, അല്ലെ, ചില ആളുകളെ കാണുമ്പോൾ നമുക്ക് തോന്നും ഇവർക്കൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുമോ എന്നൊക്കെ വിചാരിക്കുന്ന പല ടൈപ്പ് ആളുകൾ ഈ ബിസിനസ് ഒക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ, ഇവർക്കൊക്കെ ഇത് പറ്റുമെങ്കിൽ എനിക്കും ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ചുകൊണ്ട് ഈ ഒരു ബിസിനസ് ഏറ്റെടുത്ത വ്യക്തിയാണ് ഒരു 4 വർഷം 4 മാസം മുമ്പ്. ഇന്ന് ഞാൻ വളരെ സന്തോഷത്തോടെ വളരെ ആത്മാഭിമാനത്തോടെ പറയാണ്, ഒന്നും അറിയാതെ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വന്നിട്ടും
ഇന്നൊരു 4 വർഷമോ 4 മാസവും കഴിഞ്ഞ് നിൽക്കുമ്പോൾ ഈ ഒരു ബിസിനസ്സിൽ നിന്നും 12 ലക്ഷം രൂപ എനിക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞാനൊരു 6 വർഷം വർക്ക് ചെയ്ത സ്കൂളിൽ ഞാൻ ഒരുപാട് സീരിയസ് ആയിട്ട് ഒരു 8:30 മണിക്ക് വീട്ടിൽ നിന്നും പോകുന്നു. ഒരു 5 മണിക്ക് ഞാൻ സ്കൂൾ ബസ്സിൽ തന്നെ വീട്ടിൽ വന്ന് കയറുന്നു. അങ്ങനെ ചെയ്ത ജോലിയിൽ പോലും ഒരു 6 വർഷം കൊണ്ട് എനിക്ക് സമ്പാദിക്കാൻ പറ്റുന്നത് 6 ലക്ഷം രൂപയാണ്. ആ 6 ലക്ഷം രൂപ സമ്പാദിച്ച് ഞാൻ എന്ത് മാറ്റിവെച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റും. ഈ ഒരു പവന്റെ മാല ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അത് ആ ഒരു ജോലി ഉണ്ടായിരുന്ന സമയത്ത് വാങ്ങിച്ചൊരു മാലയാണ്. ബാക്കിയുള്ളതൊക്കെ എവിടേക്കോ ചെലവായി പോയിട്ടുണ്ട്. ബാക്കിയൊന്നും കാണാനില്ല. കാരണം നമുക്കറിയാലേ, എന്റെ മുമ്പിലിരിക്കുന്ന പലരും പല ജോലികളും ചെയ്യുന്നവരായിരിക്കും. ഇതിനേക്കാൾ കൂടുതൽ സാലറിയിലൊക്കെ ജോലി ചെയ്യുന്നവരായിരിക്കും. പക്ഷെ എന്തുണ്ട് അക്കൗണ്ടിൽ ബാലൻസ് എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ വല്ല ബാങ്കിലെ ലോണോ കാര്യങ്ങളോ ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. ചിലപ്പോൾ വീടിന്റെ ആധാരം ബാങ്കിലായിരിക്കും. ചിലപ്പോൾ കൂട്ടുകാരുടെ അടുത്ത് നിന്ന് കടം വാങ്ങിച്ചതുണ്ടാവും. അല്ലേ? കടങ്ങൾ മാത്രമായിരിക്കും നമുക്ക് ബാലൻസ് ഉണ്ടാവുക. കാരണം എന്താണ്, നമുക്ക് ചെലവുകൾ ഒരുപാടുണ്ട്. അപ്പൊ എനിക്കും ഒരു 6 വർഷം ജോലി ചെയ്തെങ്കിലും ഒരു 6 ലക്ഷം രൂപയൊക്കെ കിട്ടി എന്ന് പറയുമ്പോഴും അതിൽ മിച്ചം എന്തുണ്ടെന്ന് ചോദിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും കാണിക്കാനുണ്ടല്ല. കാരണം സ്കൂളിൽ തന്നെ വീണ്ടും ചെലവാക്കേണ്ടിയൊക്കെ വന്നിട്ടുണ്ട് പലതിനും വേണ്ടിയിട്ട്. പക്ഷെ ഫിജി കാർഡ് എന്ന് പറയുന്ന ബിസിനസ്സിൽ അതിന്റെ ഒരു പകുതി വർഷം ഞാൻ നിൽക്കുന്ന സമയത്ത് അതിന്റെ ഇരട്ടി പൈസ എനിക്ക് നേടിയെടുക്കാനായിട്ട് സാധിച്ചു. അതിനുവേണ്ടി ഞാൻ സ്കൂളിൽ പോയ സമയത്തുള്ള അത്രയും സമയം ജോലി ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇല്ല. കാരണം ഈ ഒരു വരുമാനം കിട്ടിയത് ഞാൻ ഒരിക്കലും ഒറ്റയ്ക്ക് പണിയെടുത്തിട്ടല്ല. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിന്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. ഞാൻ ഒറ്റയ്ക്ക് എടുത്ത ഒരു വർക്കിന്റെ റിസൾട്ട് അല്ല എന്റെ അക്കൗണ്ടിൽ കയറിയ ഒരു 12 ലക്ഷം രൂപ എന്ന് പറയുന്നത്. എന്റെ കൂടെ വന്ന എന്നെ പോലെ തന്നെ ഈ ബിസിനസ് അറിയാതെയും അറിഞ്ഞും ഒക്കെ വന്ന ആളുകളുണ്ടാവും. അവരൊക്കെ എടുത്ത ചെറിയ ചെറിയ സമയങ്ങൾ, അവരെടുക്കുന്ന വർക്കിന്റെ റിസൾട്ടും നമുക്കൊരു വരുമാനമായിട്ട് കിട്ടുന്നു. എന്താണ് ഫിജി കാർഡ് എന്ന് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. സായിദ മേഡം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ, ആ ഒരു സാധനങ്ങൾ അല്ലെ, എന്താണത്? നമ്മൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ള, ഇന്ന് രാവിലെയും കൂടെ നിങ്ങൾ ഉപയോഗിച്ച പേസ്റ്റ്, ഇന്ന് രാവിലെയും കൂടെ നിങ്ങൾ ഉപയോഗിച്ച സോപ്പ്, ലേഡീസ് ആണെങ്കിൽ വീണ്ടും കിച്ചണിൽ ഉപയോഗിച്ച പാത്രം കഴുകാനുള്ള ലോഷൻസ്, പാത്രങ്ങൾ, ഇൻഡക്ഷൻ കുക്കർ, അല്ലെ, ടോയ്ലറ്റ് കഴുകാൻ ഉപയോഗിക്കുന്നത്, തുണി അലക്കാൻ ഉപയോഗിക്കുന്നത്, ഇനി ഒന്ന് പുറത്ത് പോകുന്ന സമയത്ത് നമ്മളൊന്ന് മേക്കപ്പിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സുകൾ, ഇനി എല്ലാം കഴിഞ്ഞിട്ട് കിടന്നുറങ്ങാൻ പോകുന്ന ഉപയോഗിക്കുന്ന ബെഡ്ഷീറ്റ്, ഇതെല്ലാം നമ്മൾ ഇതിനു മുമ്പ് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഫിജി കാർഡിലൂടെ ആദ്യമായിട്ട് കേൾക്കുന്ന പ്രൊഡക്റ്റുകളല്ല. ഇതൊക്കെ നമ്മൾ നമ്മുടെയൊക്കെ ഇത്രയും നാളത്തെ ലൈഫിനിടയിൽ നമ്മൾ എത്രയോ പ്രാവശ്യം ഉപയോഗിച്ചിരുന്നു. ഇനിയും നമ്മൾ ഉപയോഗിക്കുന്ന, നമ്മുടെ വരും തലമുറയും ഉപയോഗിക്കേണ്ട പ്രൊഡക്റ്റുകളാണ് ഇതെല്ലാം തന്നെ. ഈ പ്രൊഡക്ട്സിൽ ഒരൊറ്റ പ്രാവശ്യം ഫിജി കാർഡ് എന്ന് പറയുന്ന അവസരത്തിലൂടെ നമ്മളൊന്ന് വാങ്ങിക്കാൻ തയ്യാറായാൽ ഈ ബിസിനസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് അല്ലേ? എന്നാലോചിച്ച് നോക്കൂ. ഈ സാധനങ്ങൾ നമ്മൾ ഇതിന് ആദ്യമായിട്ടാണ് വാങ്ങിക്കാൻ പറയുന്നത്. ഇതൊക്കെ നമ്മൾ എത്രയോ പ്രാവശ്യം വാങ്ങിച്ചതാണ്. പക്ഷേ ഇതുവരെയും ഒരാളും തരാത്ത അവസരം. നമ്മൾ വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകളിൽ പോയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അല്ലേ? വലിയ മാളുകളിൽ പോയൊക്കെ നമ്മളിത് വാങ്ങിച്ചിട്ടുണ്ട്. അവിടെ ഒന്നും തരാത്ത ഒരു അവസരം ഫിജി കാർഡ് എന്ന് പറയുന്ന ഒരു അവസരത്തിലൂടെ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന മനുഷ്യ സ്നേഹിയായിട്ടുള്ള ഒരു മനുഷ്യൻ നമ്മുടെ കൈകളിലേക്ക് വെച്ച് നീട്ടുകയാണ്. എന്തിനു വേണ്ടി? പണം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നവന് പണക്കാരനാകാൻ വേണ്ടിയിട്ട്. അതിനുവേണ്ടി തൊഴിലെടുക്കാൻ തയ്യാറാവുന്ന ഒരു തൊഴില്. ഒരുപാട് വിദ്യാഭ്യാസം ഉണ്ടായിട്ടും പണമില്ലാത്തതിന്റെ പേരിൽ പല തൊഴിലവസരങ്ങൾ നഷ്ടപ്പെട്ട ആൾക്കാരുണ്ടാവും. നമ്മുടെയൊക്കെ കുടുംബത്തിലേക്ക് നോക്കിയാൽ അറിയാം, നല്ല വിദ്യാഭ്യാസം ഉണ്ടാവും. പക്ഷെ പൈസ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ആ ജോലി കിട്ടിയിട്ടുണ്ടാവില്ല. കൂടുതൽ പൈസ കൊടുത്തവർക്ക് ആ ജോലി കിട്ടി, അവരത് നേടി. അങ്ങനെ ഒരുപാട് പഠിച്ചിട്ടും അല്ലെങ്കിൽ പഠിക്കാൻ പൈസ ഇല്ലാഞ്ഞിട്ടും പഠിക്കാൻ പറ്റാതെ ജോലി കിട്ടാണ്ടിരുന്ന ആളുകൾ അല്ലെ? ഏതൊരു സാഹചര്യത്തിലുള്ള ഒരു വ്യക്തിക്കും ഇതിനകത്ത് ഇന്ന വിദ്യാഭ്യാസം ഉള്ളവനെ ഇത് പറ്റുള്ളൂന്നില്ല, ഇന്ന പ്രായമുള്ളവനെ പറ്റുള്ളൂന്നില്ല. പണം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെങ്കിൽ നമുക്ക് എല്ലാവർക്കും തുടങ്ങാൻ പറ്റുന്ന ഒരു ബിസിനസ്. അതിനുവേണ്ടി നമ്മൾ മുടക്കേണ്ടത് നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ എന്നും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന, ഇനിയും വരും തലമുറ ഉപയോഗിക്കേണ്ട കുറച്ച് സാധനങ്ങൾ നമ്മൾ ഒരൊറ്റ പ്രാവശ്യം അല്ലെ, റിപ്പീറ്റ് പർച്ചേസിംഗ് ഇല്ല, മന്ത്ലി ടാർഗറ്റ് ഇല്ല, ഒന്നുമില്ല. നമ്മളത് വാങ്ങിക്കുന്നു, നമ്മളത് ഉപയോഗിക്കുന്നു. നമുക്കറിയാവുന്ന നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും അയൽവക്കക്കാരോടൊക്കെ ഇതിനെപ്പറ്റി ഒന്ന് ഷെയർ ചെയ്യുന്നു. അവരും അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ നമ്മളുടെ കടയിൽ ഒരു കച്ചവടം നടക്കുന്നു. അതിന്റെ ലാഭം ഈ കടയുടെ മുതലാളിക്കാണ്. സാധാരണ നമ്മൾ പറഞ്ഞിട്ട് എത്രയോ കടകളിൽ കച്ചവടം നടക്കുന്നു. എത്രയോ ഓൺലൈൻ ബിസിനസ്സുകളുണ്ട്. ഫ്ലിപ്കാർട്ട്, ആമസോൺ, മീഷോ പോലെയുള്ള ആപ്പുകളിൽ നിന്നൊക്കെ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ടാവും. ഇപ്പൊ എന്റെ മുമ്പിലിരിക്കുന്ന ഉമർ സാറ് ഒരു ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു സാധനം വാങ്ങിച്ചു, ഒരു ബനിയൻ വാങ്ങിച്ചു സാർ അല്ലേ? സാർ ആ ബനിയൻ വാങ്ങിച്ച് സാറിന്റെ ഒരു എവിടെയെങ്കിലും ഒരു പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് സാറിന്റെ ഒരു കൂട്ടുകാരൻ ചോദിക്കാനത്ത് എവിടെ നിന്ന് വാങ്ങിയതാണ് എന്ന് ചോദിക്കുമ്പോൾ സാറ് പറയാണ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാ എന്ന് പറയുന്നു. സാറിന്റെ കൂട്ടുകാരൻ അത് ഇഷ്ടമായിട്ട് ആളും അതിനകത്ത് നിന്ന് വാങ്ങിക്കുന്നു. എന്തെങ്കിലും വരുമാനം ഉണ്ടോ ഉമർ സാറിന്? ഇല്ല അല്ലെ? പക്ഷെ എത്രയോ പ്രാവശ്യം നമ്മൾ അങ്ങനെ റെഫർ ചെയ്തേക്കുന്നു എത്രയോ ആളുകൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ. റെഫർ ചെയ്യുക അല്ലെങ്കിൽ റെഫറൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഏറ്റവും പെട്ടെന്ന് സ്മാർട്ടായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. അത് നമുക്ക് വരുമാനം ഉണ്ടാക്കി തരാൻ പറ്റുന്ന രീതിയിലേക്ക് ആ അവസരം ഉപയോഗപ്പെടുത്തിയത് ബോബി ചെമ്മണ്ണൂരാണ് ഫസ്റ്റ് ടൈം അല്ലെ? നമ്മൾ റെഫർ ചെയ്യുമ്പോൾ നമുക്ക് അതിലൂടെ ഒരു വരുമാനം കിട്ടുക. ഒന്ന് ആലോചിച്ച് നോക്ക്.
ഉമർ സാർ ഇപ്പൊ ഇട്ടിരിക്കുന്നത് ഫിജിക്കാരുടെ ഒരു ടീഷർട്ട് ആണെങ്കിൽ അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന്റെ ഒരു എംബ്ലം ഉണ്ട് അവിടെ. അപ്പോൾ ഒരു ഫിജിക്കാരുടെ ടീഷർട്ടാണ് സാർ ഇട്ടിരിക്കുന്നതെങ്കിൽ അത് കാണുന്ന ഒരു കൂട്ടുകാരനോട് പറയണേ ഇത് ഫിജിക്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണെന്ന് പറഞ്ഞ് ആ കൂട്ടുകാരൻ ആ ഒരു ഫിജിക്കാർഡിന്റെ ഒരു ടീഷർട്ട് അതിനകത്ത് വാങ്ങിക്കാൻ തയ്യാറായാൽ അവിടെ ഒരു വരുമാനം കിട്ടുകയാണ് അല്ലേ. മറ്റുള്ള സ്ഥലത്ത് കടയുടെ മുതലാളിക്ക് വരുമാനം കിട്ടുമ്പോൾ ഇതിൽ നമ്മളാണ് മുതലാളിമാർ. നമ്മൾ ഇത് വാങ്ങിച്ചു കഴിയുമ്പോൾ നമ്മൾ മുതലാളിമാരാവാണ്. ഈ ഒരു അവസരം നമുക്ക് ഉപയോഗപ്പെടുത്തിക്കൂടെ? ആ ഒരു കാര്യമാണ് എനിക്ക് ഈ ഒരു മീറ്റിംഗുകളൊക്കെ അറ്റൻഡ് ചെയ്ത സമയത്ത് മനസ്സിലായത്. നമ്മൾ ഉപയോഗിക്കുന്ന സാധനം, ഇനിയും നമ്മൾ ഉപയോഗിക്കേണ്ട സാധനങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരോട് ഇതിനെപ്പറ്റി ഒന്ന് ഷെയർ ചെയ്ത് അവരെ കൊണ്ടൊന്ന് വാങ്ങിപ്പിക്കാൻ സാധിച്ചാൽ, അല്ലെ, അവരും എല്ലാ മാസവും വാങ്ങിക്കേണ്ട, ഒരൊറ്റ പ്രാവശ്യം അവരെ കൊണ്ടൊന്ന് വാങ്ങിപ്പിക്കാൻ സാധിച്ചാൽ ഇത് നമുക്കൊരു ബിസിനസ് ആയിട്ട് കൊണ്ടുപോകാം. അവർക്കും ഒരു വരുമാന മാർഗമാണ്. അവർ വേറെ ആളുകളെ കൊണ്ട് വാങ്ങിപ്പിക്കുമ്പോൾ അവർക്കും നമുക്കും വരുമാനം കിട്ടുന്നു. ആ വാങ്ങിയവർ വീണ്ടും മറ്റുള്ളവരെ കൊണ്ട് വാങ്ങിപ്പിക്കുമ്പോൾ അവർക്കും മറ്റുള്ളവർക്കും നമുക്കും വരുമാനം കിട്ടുന്നു. അല്ലെ, എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ്. ഇന്നങ്ങനെ ഈ ഒരു ബിസിനസ്സിലേക്ക് ഒന്നും അറിയാതെ കയറി വന്നിട്ടുള്ള എനിക്ക് ഇന്ന് 8ഓളം ജില്ലകളിൽ നല്ല സൂപ്പർ അടിപൊളിയായിട്ടുള്ള ഒരു ടീമുണ്ട്. വളരെ അഭിമാനത്തോടെ പറയാൻ സാധിക്കും, എനിക്ക് 8 ജില്ലയിൽ നല്ല സൂപ്പർ ആയിട്ടുള്ള ടീമുകൾ ഉണ്ടെന്ന് പറയുമ്പോൾ അവിടെ ഒന്നും ഞാൻ ഡയറക്റ്റ് ആയിട്ട് ചേർത്ത ഒരാൾ പോലും ഇല്ല എന്നുള്ളതാണ്. എന്റെ കൂടെ വന്ന ആരുടെയൊക്കെയോ കോൺടാക്ട്സിലൂടെയാണ് എനിക്ക് അവിടെയൊക്കെ ടീം ഉണ്ടായിട്ടുള്ളത്. പക്ഷെ അവരൊക്കെ വർക്ക് എടുക്കുമ്പോഴും നമ്മുടെ അക്കൗണ്ടിൽ വരുമാനം കിട്ടും. നമ്മൾ വെറുതെ ഇരുന്നിട്ട് വരുമാനം വാങ്ങിക്കുന്നതാണോ? അല്ല. ഇന്ന് ഞാൻ ഈ എടുക്കുന്ന ഒരു വർക്കല്ലേ, ഇത് എന്റെ ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ എടുക്കുന്ന ഒരു വർക്കാണ്. അതുപോലെ അവർ വർക്കിന് വിളിക്കുന്നതിന് നമ്മൾ ജസ്റ്റ് ഒരു ഫോൺ കോളിലൂടെ ആണെങ്കിലും മീറ്റിംഗിലൂടെ ആണെങ്കിലും ഒന്ന് അവിടെ എത്തുക. ഇതാണ് നമുക്ക് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം. എന്നാലോചിച്ച് നോക്ക്, ഇത്രയും സിമ്പിൾ ആയിട്ട് വരുമാനം വാങ്ങിക്കാൻ പറ്റുന്ന ഒരു അവസരം. ഇതൊക്കെ ചെയ്തു കൊടുത്തിട്ട് ഞാൻ പറയുന്നു, ഒരു 4 വർഷവും 4 മാസവുമായി ഒരു ബിസിനസ്സിലൂടെ ഒരു 12 ലക്ഷം രൂപ എനിക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഈ ഒരു വരുമാനം മാത്രമാണോ, ഈ ഒരു കമ്മീഷൻ മാത്രമാണോ നമുക്ക് ഒരു ബിസിനസ്സിലൂടെ കിട്ടുന്നത്? ഒരു 7 രീതിയിലുള്ള വരുമാനം നമുക്ക് ഈ ഒരു ബിസിനസ്സിലൂടെ നേടിത്തരുന്നുണ്ട്. അല്ലെ, ഒരു മാസം സാലറി, ഉമർ സാറ് പറഞ്ഞൊരു കാര്യം, ഞാൻ ഇന്ന് കമ്പ്യൂട്ടർ എക്സാം റാങ്കിൽ നിൽക്കുന്നു. മന്ത്ലി പെർഫോമൻസ് ബോണസ്, അല്ലെ, മാസം ഒരു ഇൻകം കിട്ടുന്ന ഒരു റാങ്കിലാണ് ഞാൻ നിൽക്കുന്നത്. അതുപോലെ ഒരു 2 ലക്ഷം രൂപയുടെ ഹെൽത്ത് ഇൻഷുറൻസ്, അത് ആൾക്ക് മാത്രമാണോ കിട്ടുന്നത്? അല്ല, ഫാമിലിക്കാണ് കൊടുക്കുന്നത്. ഹസ്ബൻഡിനും വൈഫിനും 18 വയസ്സിൽ താഴെയുള്ള മക്കൾക്കും ഒരു ഫാമിലി ഹെൽത്ത് ഇൻഷുറൻസ്, കുടുംബത്തെ കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവരുടെ ആരോഗ്യത്തെ കൂടെ പരിഗണിച്ചുകൊണ്ട് ചേർത്ത് നിർത്തുന്ന ഒരു ഫിജിക്കാർഡ് ഫാമിലി എന്നാണ് നമ്മൾ എപ്പോഴും ഫിജിക്കാർഡ് കമ്പനി എന്നാലുപരി നമ്മൾ പറഞ്ഞത് ഒരു ഫിജിക്കാർഡ് ഫാമിലി ആണെന്ന് പറയും. കാരണം കുടുംബത്തിനും അത്രയും പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഡയറക്റ്റ് നമ്മൾ ചേർക്കുന്നവരുണ്ടെങ്കിൽ അതിലൂടെ ഒരു എക്സ്ട്രാ വരുമാനം നമുക്ക് കിട്ടുന്നു. നമ്മുടെ ടീമിലുള്ളവരാണ് ചേർക്കുന്നതെങ്കിൽ അതിലൂടെ ഒരു കമ്മീഷൻ കിട്ടുന്നു. അതുപോലെ നമ്മൾ വൺ ടൈം നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ച് നമ്മൾ ഈ ഒരു ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയുടെ ആനുവൽ പ്രോഫിറ്റ് അത് നമുക്ക് കിട്ടുന്നു. ഒരു വാർഷിക ലാഭത്തിന്റെ ഷെയർ ഒരു കമ്പനിയുടെ 11ാമത്തെയും 12ാമത്തെയും 13ാമത്തെ റാങ്കിലേക്ക് എത്തുന്ന സമയത്ത് ഒരു വാർഷിക ലാഭം കിട്ടുന്നു. എന്നാലോചിച്ച് കോടികൾ ടേൺ ഓവർ ഉള്ള ഒരു കമ്പനിയിൽ ഞാൻ ഇന്ന് 8ാമത്തെ റാങ്കിൽ നിന്ന് വർക്ക് ചെയ്യുമ്പോൾ ഒരു 2 റാങ്കും കൂടെ കഴിഞ്ഞാൽ ഒരു 3ാമത്തെ റാങ്കും കൂടെ ആയാൽ ഞാൻ കമ്പനിയുടെ ഒരു ലാഭം വാങ്ങിക്കുന്ന റാങ്കിൽ എത്താണ്. കോടികൾ ടേൺ ഓവർ ഉള്ള ഒരു കമ്പനിയുടെ ഒരു 1% ലാഭം എന്ന് പറഞ്ഞാൽ തന്നെ എത്രയുണ്ടാവും? അത് വാങ്ങിക്കാൻ ഞാൻ വീണ്ടും എന്തെങ്കിലുമൊക്കെ കമ്പനിയിൽ മുടക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും മുടക്കണ്ട. ഞാനൊരു 4 വർഷം 4 മാസം മുമ്പ് ഈ ഒരു ബിസിനസ്സിൽ ജോയിൻ ചെയ്യാൻ സമയത്ത് എന്താണോ മുടക്കിയത് ഇതല്ലാതെ ഇതിനിടയിൽ വേറെ ഒരു രൂപ ഞാൻ മുടക്കിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ ഇന്നും എനിക്ക് വരുമാനം കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. അതുപോലെ കമ്പനിയുടെ പല പല റാങ്കിൽ എത്തുമ്പോൾ കിട്ടുന്ന അവാർഡ്സുകൾ, 50,000 രൂപ മുതൽ 5 ലക്ഷം രൂപ, 10 ലക്ഷം രൂപയുടെ ടൂർ പാക്കേജ്, 50 ലക്ഷം രൂപയുടെ കാർ ഫണ്ട്, 1 കോടി രൂപയുടെ ഹാപ്പി ഹോം ഫണ്ട്. അല്ലെ, സായിദ മേഡം പറഞ്ഞു വളരെ വ്യക്തമായിട്ട് ഇതെല്ലാം റാങ്കിൽ എന്തെല്ലാം അവാർഡ്സുകൾ കിട്ടുന്നുവെന്ന് വളരെ വ്യക്തമായിട്ട് സായിദ മേഡം പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പറച്ചിൽ മാത്രമാണോ, കൊടുക്കുന്നുണ്ടോ കമ്പനി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെറും 7 വർഷം കംപ്ലീറ്റ് ചെയ്ത് 8ാമത്തെ വർഷത്തിലേക്ക് ഈ ഒരു കമ്പനി മാറുമ്പോൾ ഈ ഒരു 13 റാങ്കും അച്ചീവ് ചെയ്ത് ഈ പറഞ്ഞ എമൗണ്ടുകളെല്ലാം വാങ്ങിച്ച ഏകദേശം 10ഓളം ആളുകൾ കമ്പനിയിൽ ഉണ്ടെന്നുള്ളതാണ്. അല്ലാതെ പറയാൻ വേണ്ടി മാത്രം കുറെ വരുമാനങ്ങളും അത് നേടിയെടുക്കാൻ ഒരുപാട് വലിയ ക്രൈറ്റീരിയ അതൊന്നും നേടിയെടുക്കുന്നവരില്ല, പറയാൻ മാത്രം ഇതൊക്കെ പറ്റുള്ളൂ എന്നല്ല. ഇതെല്ലാം നേടിയെടുത്തവരെയും കാണിച്ചു തരാൻ പറ്റും. അതിൽ ഒരുപാട് വിദ്യാഭ്യാസം ഉള്ളവരുണ്ട്, വിദ്യാഭ്യാസം കുറഞ്ഞവരുണ്ട്, ലേഡീസ് ഉണ്ട്, ജെൻസും ഉണ്ട്, അല്ലെ, പ്രായമായവരുണ്ട്, പ്രായം കുറഞ്ഞവരുമുണ്ട്. ഇത് ഏത് തരത്തിലുള്ള ആളുകൾക്കും പറ്റും. പക്ഷെ ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ, നമ്മുടെ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം. അത് ജെൻസ് ആണെങ്കിൽ ജെൻസിന് മാത്രം കൊടുക്കാതെ ലേഡീസും കൂടെ അത് ഏറ്റെടുക്കുക. നമ്മുടെ കുടുംബത്തിന്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ലേഡി ആണെങ്കിലും ജെൻസ് ആണെങ്കിലും 2 പേർക്കും തുല്യമാണെന്ന് വിചാരിക്കുക. ഒരു ബിസിനസ് തുടങ്ങാൻ നമുക്ക് സാധാരണഗതിയിൽ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, അതിന് റിസ്ക് ഉണ്ട്, ടെൻഷൻ ഉണ്ടെങ്കിൽ 1 രൂപ ഇൻവെസ്റ്റ്മെന്റോ റിസ്കോ ടെൻഷനോ ഇല്ലാതെ നമുക്ക് എല്ലാവർക്കും ഒരു വലിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നു.
ഞാൻ പ്രത്യേകം പറഞ്ഞൊരു കാര്യം, 1 രൂപ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ. അപ്പൊ പറയും, ഇത് എന്നോട് പ്ലാൻ പറഞ്ഞ ആളുകൾ എന്നോട് കുറച്ച് പൈസ വേണമെന്ന് പറഞ്ഞില്ല ഇതിനകത്ത് ജോയിൻ ചെയ്യണമെങ്കിൽ അല്ലേ? എന്തിനായിരുന്നു ആ പൈസ? നിങ്ങളോട് എവിടെയെങ്കിലും പൈസ ഇടാൻ പറഞ്ഞതാണോ? അല്ല. നിങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ ഇനി പറഞ്ഞ സാധനങ്ങൾ, നമ്മൾക്ക് ഉപയോഗിക്കേണ്ട സാധനങ്ങൾ വാങ്ങിക്കാനുള്ള പൈസയാണ് നമ്മൾ മുടക്കുന്നത്. അതല്ലാതെ ഇതിനകത്തേക്ക് 1 രൂപ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. നമ്മൾക്ക് ഉപയോഗിക്കാൻ വേണ്ടുന്ന സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാം അല്ലെ? അത് ഒരു സ്ഥലത്തും നമുക്ക് വെറുതെ കിട്ടില്ല. നമ്മൾ ഇതുവരെ വാങ്ങിച്ചിട്ടുള്ളത് പൈസ കൊടുത്തിട്ട് തന്നെയാണ്. പക്ഷെ അവിടെ നിന്നൊന്നും നമുക്കൊരു അവസരം കിട്ടിയില്ലെങ്കിൽ, ഫിജി കാർഡ് എന്ന് പറഞ്ഞ ഒരു കടയിൽ നിന്ന് നമ്മൾ പൈസ കൊടുത്ത് സാധനം വാങ്ങിക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു അവസരം കിട്ടുന്നു. ഇന്ന് ഞാൻ കമ്പനിയുടെ ഒരു 8ാമത്തെ റാങ്കിൽ നിന്ന് ഒരു 12 ലക്ഷം രൂപ വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ, ഞങ്ങളുടെ വാർഡിലെ മെമ്പറുടെ നിർബന്ധ പ്രകാരം ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വന്നതിന് ശേഷം ഒരു ആക്സിഡന്റ് രൂപത്തിൽ ഒരു 1.5 മാസം റെസ്റ്റ് എടുത്ത് അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഒരു ബിസിനസ് എന്താണെന്ന് മനസ്സിലാക്കി ഈ ഒരു ബിസിനസ് സീരിയസ് ആയിട്ട് ഏറ്റെടുത്ത എന്റെ ഹസ്ബൻഡ് ഇന്ന് കമ്പനിയുടെ ഒരു 10ാമത്തെ റാങ്കിലാണ് നിന്ന് വർക്ക് ചെയ്യുന്നത്. ഏകദേശം ഒരു 40 ലക്ഷം രൂപയോളം അദ്ദേഹത്തിന് ഈ ഒരു ബിസിനസ്സിലൂടെ വരുമാനം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒന്നും അറിയാതെ വീട്ടിലേക്ക് മാത്രം കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ച് ബിപിൻ ഷാ മേഡത്തിനെ എങ്ങനെയെങ്കിലും ഒന്ന് സൈഡാക്കാം എന്ന് വിചാരിച്ച് മാത്രം ഇതിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കാൻ തയ്യാറായ ഞങ്ങളുടെ ഫാമിലിയിലേക്ക് ഒരു 52 ലക്ഷം രൂപയുടെ മുകളിൽ വരുമാനം ഈ ഒരു ബിസിനസ്സിലൂടെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, അതാണ് ഈ ഒരു ബിസിനസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും എന്റെ ഹസ്ബൻഡ് മറ്റുള്ള തൊഴിലുകളൊന്നും ഉപേക്ഷിച്ചിട്ടില്ല. ആൾ കിട്ടുന്ന ഒരു എക്സ്ട്രാ ടൈമിൽ മാത്രമാണ് ഈ ഒരു ബിസിനസ് ചെയ്യുന്നത്. ഒരു എക്സ്ട്രാ ടൈം അല്ലേ? ഒരു സൈഡ് ഒരു ബിസിനസ് ചെയ്യുമ്പോൾ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട്. ആ ബിസിനസ്സിന് അതിന്റേതായ ടൈം ആൾ കൊടുക്കുന്നുണ്ട്. ഇതിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ആൾ ഒരു കമ്പനി എംപ്ലോയി ആയിരുന്നു. പക്ഷെ ഇന്ന് ആ കമ്പനി അടച്ചുപോയത് കൊണ്ട് മാത്രം ആ ജോലി നഷ്ടപ്പെട്ടു പോയി. എന്നാലോചിച്ച് നോക്കൂ, ഒരു 18, 19 വർഷം ഒരു പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു എന്റെ ഹസ്ബൻഡ്. അല്ലെ, അവിടുത്തെ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു എംപ്ലോയി. അവിടുത്തെ തൊഴിലാളി സംഘടനയുടെയൊക്കെ നേതാവായിരുന്നു അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിനൊക്കെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, ഒരിക്കലും എന്റെ ജോലി നഷ്ടപ്പെട്ടു പോകില്ല. PSയും PFും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ അടിപൊളിയായിട്ട് നമ്മൾ മുമ്പോട്ട് പോകുന്ന സമയത്താണ് ഈ ഒരു ബിസിനസ് വിപിൻഷയിലൂടെ ഏറ്റെടുക്കുന്നത്. പക്ഷെ എന്റെ ഹസ്ബൻഡ് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, ഒരിക്കലും എന്റെ ജോലി നഷ്ടപ്പെടില്ല. കാരണം ഞാനൊക്കെയാണ് ഈ കമ്പനിയിലെ ഏറ്റവും അമൂല്യമായിട്ടുള്ള തൊഴിലാളികൾ. ഞങ്ങളെ കവച്ചു വെക്കാൻ വേറെ ആൾക്കാരില്ല. മാനേജ്മെന്റ് പോലും ഞങ്ങൾ പറയുന്നത് കേട്ടിട്ടാണ് ഓരോ കാര്യങ്ങളും തീരുമാനിക്കുന്നത് എന്നൊക്കെ വിചാരിച്ചു കൊണ്ടിരുന്ന ഒരു സമയത്ത് കമ്പനി തന്നെ വളരെ സാമ്പത്തികമായിട്ടല്ലേ, കൊറോണ വന്ന സമയത്ത് നമുക്കറിയാം പല കമ്പനികളും അടച്ചു പോയിട്ടുണ്ട് സാമ്പത്തികമായ പ്രതിസന്ധി വന്നിട്ട്. അന്ന് എന്റെ ഹസ്ബൻഡ് പണിയെടുത്ത കമ്പനിയിലും ഒരു സാമ്പത്തിക പ്രതിസന്ധി വന്നു. പെട്ടെന്ന് തന്നെ കമ്പനി ലോക്കൗട്ട് ചെയ്തു, ജോലി നഷ്ടപ്പെട്ടു. ആ കമ്പനിയിൽ വലിയ പൊസിഷനിൽ നിന്ന് വർക്ക് ചെയ്ത ആളുകൾ പലരും ഇന്ന് ടെക്സ്റ്റൈൽസ് സെയിൽസ്മാൻമാരായിട്ടും പെട്രോൾ പമ്പില് ആ ഒരു ജോലിക്കായിട്ടും, അതുപോലെ ഇപ്പം വിൽക്കുന്നവരായിട്ടും ഓട്ടോ ഓടിക്കുന്നവരായിട്ടും ഇതിന് മീൻ കച്ചവടം ചെയ്യുന്നവരായിട്ട് പോലും ഞങ്ങളുടെ ചുറ്റുവട്ടത്തുണ്ടെന്നുള്ളതാണ്. പല ആളുകളും നമ്മുടെ വീടുകളിൽ അല്ലെങ്കിൽ ഞങ്ങൾ ഏതെങ്കിലും ഒരു കടയിലൊക്കെ തുണിക്കടയിലൊക്കെ പോകുന്ന സമയത്ത് എന്റെ ഹസ്ബൻഡിന്റെ കൂട്ടുകാരന്മാരെ അവിടെ കാണാറുണ്ട്. ഞാൻ വിളിക്കുന്ന ഓട്ടോ എന്റെ ഹസ്ബൻഡ് കൂടെ കമ്പനിയിൽ ജോലി ചെയ്ത പയ്യന്റെ ഓട്ടോയാണ് വിളിക്കുന്നത്. അപ്പോൾ അവരൊന്നും ഒരിക്കലും വിചാരിച്ചില്ല അവർക്കൊക്കെ അങ്ങനത്തെ ഒരു ജോലി മോശമല്ല കേട്ടോ. എല്ലാ ജോലിക്കും അതിൻ്റെതായ മാന്യതകളും കാര്യങ്ങളും ഉണ്ട്. പക്ഷെ അവരൊന്നും ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഞങ്ങളൊക്കെ ഇങ്ങനെ ഒരു ജോലിയിലേക്ക് മാറി പോകേണ്ടി വരുന്നു. പക്ഷെ പെട്ടെന്ന് തന്നെ ആ കമ്പനി ലോക്കൗട്ട് ചെയ്തതിന്റെ ഭാഗമായിട്ട് പല ആളുകളും വളരെ ചുരുങ്ങിയ ഒരു ജോലിയിലേക്ക് മാറിപ്പോവുകയും ഇന്ന് ആ ജോലി വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്ത് അവരെ കുടുംബം പോറ്റുന്നുണ്ട്. പക്ഷെ എങ്കിലും അവർക്കൊക്കെ ഭയങ്കര സങ്കടം ഉണ്ടെന്നുള്ളതാണ്. പക്ഷെ എന്റെ ഹസ്ബൻഡ് ആ ഒരു കമ്പനി അടച്ചുപോയ സമയത്ത് ഒരിക്കൽ പോലും മറ്റൊരു ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടില്ല. ഇന്ന് ഫിജി കാർഡ് എന്ന് പറയുന്ന ഒരു ബിസിനസ്സിൽ കുറച്ചും കൂടെ സമയമൊക്കെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് വളരെ സ്മാർട്ടായിട്ട് മുമ്പോട്ട് പോകുന്നു. ഒരു ഫാമിലി ആയിട്ട് ഏറ്റെടുത്ത് മുമ്പോട്ട് പോകുന്നു. ഈ ഒരു ബിസിനസ്സിൽ നമുക്കൊരു 20 രൂപ മുതൽ ഒരു ദിവസം 30,000 രൂപ വരെ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് അവസരത്തിന്റെ പ്ലാനാണ് ഇന്ന് നിങ്ങൾ ഇതിനകത്തേക്ക് ഇൻവൈറ്റ് ചെയ്തവർ ആരാണോ അവർ നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളുടെ കൈകളിലേക്ക് അവർ വച്ചു തന്നിട്ടുള്ള ഏറ്റവും വലിയൊരു അവസരമാണ്. ഒരു ദിവസം 20 രൂപ മുതൽ 30,000 രൂപ വരെ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം അല്ലെ? ഒരു ദിവസം 30,000 രൂപ എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, 9 ലക്ഷം രൂപ നമുക്ക് ഒരു മാസം വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസിനസിന്റെ അവസരമാണ് നിങ്ങളുടെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത് നിങ്ങൾ രക്ഷപ്പെടണം, നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാവണം എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങളുടെ കൈകളിലേക്ക് തന്നിട്ടുള്ളത്. ഈ മാസം 9 ലക്ഷം രൂപ വാങ്ങിക്കുന്നവരൊക്കെ ഉണ്ടോ എന്ന് വെച്ചാൽ ഒരുപാട് ആളുകളെ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾക്ക് കാണിച്ചു തരാനുണ്ട്. ഈ പറഞ്ഞ് സംസാരിക്കുന്ന എനിക്ക് ഒരു ബിസിനസ്സിലൂടെ ആ ഒരു 30,000 രൂപ ഒരു പ്രാവശ്യം വാങ്ങാൻ സാധിച്ചിട്ടുണ്ട്. എന്റെ ഹസ്ബൻഡിന്റെ അക്കൗണ്ടിൽ ഏകദേശം ഒരു 13 തവണ ഈ പറഞ്ഞ ഒരു ദിവസം 30,000 രൂപ എന്ന് പറയുന്ന ഒരു വരുമാനം വന്നിട്ടുണ്ട്. എന്റെ ശബ്ദം ശ്രവിക്കുന്നതിൽ ഏതെങ്കിലും ഈ ഒരു ബിസിനസ് എന്റെ പ്ലാൻ നിങ്ങൾ നിർബന്ധിച്ച് ഏതെങ്കിലും ഒരു ലീഡർ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്രണ്ട് ഇതിനകത്ത് ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു അവസരമാണ് നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്, നിങ്ങളുടെ കസിൻ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്നും കൂടി അവരോടൊന്ന് ചോദിക്കുക. ഈ പറഞ്ഞ വ്യക്തിയോട് എനിക്കൊന്ന് സംസാരിക്കാൻ പറ്റൂ,
ഇന്ന് ഈ മീറ്റിംഗിൽ സംസാരിച്ച 3 പേരിൽ ഏതെങ്കിലും ഒരാളോട് എന്തെങ്കിലും സംസാരിക്കാൻ പറ്റുമോ എന്ന് നിങ്ങൾ ചോദിച്ചു നോക്കുക. തീർച്ചയായിട്ടും അതിനൊരു അവസരം അവർ നിങ്ങൾക്ക് ഒരുക്കി തരും. നിങ്ങൾ രക്ഷപ്പെട്ട് കാണണം. അതോടൊപ്പം തന്നെ നിങ്ങളെ ഈ ബിസിനസ് പരിചയപ്പെടുത്തിയവർക്കും ഒരു വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. അതായത് ഒരുമിച്ച് നിന്ന് നമ്മൾ അച്ചീവ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ഫിജികാർട്ട് എന്ന് പറയുന്നത്. ഒറ്റയ്ക്കല്ല ഇതിനകത്ത് ഏർണിങ്സ് ഉണ്ടാക്കുന്നത്. അപ്പൊ നിങ്ങളും രക്ഷപ്പെട്ട് കാണണമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് നിങ്ങളെ ഇന്ന് ഒരു ബിസിനസിന്റെ മീറ്റിംഗിലേക്ക് അവർ പങ്കെടുപ്പിച്ചിട്ടുള്ളത്. അവരുടെ വാക്കുകളെ വിശ്വസിക്കുക. ഈ ഒരു മീറ്റിംഗ് കേട്ടതിന് ശേഷം ഉമർ സാർ ചെയ്ത പോലെ ഒരു അബദ്ധം നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കട്ടെ. നിങ്ങളുടെ സമയങ്ങൾ അല്ലെ, ഏറ്റവും വിലപ്പെട്ട ഒരു വസ്തുവാണ് സമയം എന്ന് പറയുന്നത്. നമുക്ക് നഷ്ടപ്പെട്ടാൽ തിരിച്ചു കിട്ടാത്ത ഒരു വസ്തുവാണ് സമയം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഒരു ഡിസിഷൻ എടുക്കാനും തീരുമാനം എടുക്കാനും ഞങ്ങളുടെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് വലിയൊരു വരുമാനത്തിലേക്ക് എത്താൻ ഇന്ന് ഈ ഒരു മീറ്റിംഗിൽ ഗസ്റ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും കൂടെ ചെയ്യുന്നു. അല്ലെ, നല്ല ബുദ്ധി തോന്നണം അല്ലെ, ദൈവം അതിന് നമ്മളെ ഓർമ്മിപ്പിക്കണം. ഇത് നല്ലതാണ്, നീ ഏറ്റെടുത്തു എന്ന് നമ്മുടെ മനസ്സിൽ തോന്നിപ്പിക്കണം. അതുപോലെ എന്റെ മുമ്പിൽ ഇന്ന് ഈ ഒരു ബിസിനസ് ഏറ്റെടുത്തിട്ട് ചെയ്ത് മുമ്പോട്ട് പോകുന്ന ചെറിയ റാങ്കുകളിൽ നിൽക്കുന്നവരുണ്ടാവും. ചിലപ്പോൾ ഈ അടുത്ത് ഈ ഒരു ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ളവരുണ്ടാവും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ലൈഫിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു അവസരമാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങളിപ്പോൾ ഇരിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ ഒരു 4 വർഷം മുമ്പ് ഞാനും ഇത് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുമോ, ഇത് എനിക്ക് സാധിക്കുമോ എന്നൊക്കെ ഞാനും ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്നൊരു 4 വർഷം കഴിഞ്ഞ സമയത്ത് എനിക്ക് വളരെ അഭിമാനത്തോടെ പറയാൻ പറ്റുന്നു ഈ ഒരു ബിസിനസ് ഞാൻ വിജയിച്ചു എന്ന്. അല്ലെ, നിങ്ങൾക്കും എന്തെങ്കിലും ഒരു ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളെ ഇതിനകത്ത് പരിചയപ്പെടുത്തിയ ആളോട് ചോദിക്കുക. എന്നിട്ട് അവർ പറയുന്നത് പോലെ ഒരു ബിസിനസ് ചെയ്യാൻ തയ്യാറാവുക. തീർച്ചയായിട്ടും നമ്മുടെ മാവും പൂക്കും എന്ന് പറയുന്നത് നമ്മുടെ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കാൻ ഫിജികാർട്ട് എന്ന് പറയുന്ന ഒരു അവസരം വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അത് നഷ്ടപ്പെടുത്തരുത്. അപ്പോൾ എനിക്ക് എല്ലാ ആളുകളോടും പറയാനുള്ളത്, ഫിജികാർട്ട് എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു അവസരമാണ്. അത് ദൈവം നമുക്ക് തന്ന ഒരു ഗിഫ്റ്റാണ്. നമ്മളൊക്കെ ദൈവത്തോട് എന്നെ രക്ഷപ്പെടുത്തണം, എന്റെ ബാധ്യതകൾ തീർക്കാൻ പറ്റണം എന്നൊക്കെ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം നമുക്ക് തന്ന ഏറ്റവും നല്ലൊരു അവസരമാണ്. ദൈവത്തിന് ഒരിക്കലും നമ്മുടെ കടങ്ങൾ വീട്ടാൻ പൈസ കൊണ്ടുവന്ന് വീടിന്റെ ഫ്രണ്ടിൽ ഒരു ചാക്കിൽ കെട്ടി വെച്ചിട്ട് കോളിംഗ് ബെല്ലടിച്ചിട്ട് എടുത്തു എന്ന് പറയാൻ പറ്റില്ല അല്ലെ. ഒരിക്കലും നമ്മുടെ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് നിനക്ക് ഇത്രയും കടമല്ലേ ഉള്ളത്, എന്നാൽ അത് വീട്ടിലേക്ക് എന്ന് പറഞ്ഞ് ഡയറക്റ്റ് നമ്മുടെ അക്കൗണ്ടിലേക്ക് നമ്മുടെ കടം വീട്ടാനുള്ള പൈസ ഇട്ട് തന്നിട്ട്, അല്ലെങ്കിൽ വീട് വെക്കാനല്ലേ നീ ആഗ്രഹിച്ചത്, ഇതാ വീട് വെക്കാനുള്ള പൈസ എന്ന് പറഞ്ഞ് നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് തന്നിട്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഫലം തരാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. ദൈവത്തിന് പറ്റുന്നത്, നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അത് കേട്ടിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് നമുക്ക് തരാൻ പറ്റുന്നത് അതിനുള്ളൊരു വഴി മാത്രമാണ്. ഒരവസരം നമ്മുടെ ഉള്ളിലേക്ക് തരാൻ പറ്റും. അങ്ങനെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണോ അത് നേടിയെടുക്കാനുള്ള ഒരു അവസരം, ആ ഒരു അവസരം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അത് ഏറ്റെടുത്ത് നമ്മുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കേണ്ടതിന്റെ ഉത്തരവാദിത്തം നമുക്ക് ഓരോരുത്തർക്കുമാണ്. എല്ലാവരും കുടുംബത്തിന്റെ ഉത്തരവാദിത്തം ഒരാൾക്ക് മാത്രം എന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ കൂട്ടുത്തരവാദിത്തത്തോട് കൂടിയിട്ട് ഒരു കുടുംബത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. ഫിജികാർട്ട് എന്ന് പറയുന്ന ഒരു ഫാമിലിയാണ്. അവിടെ നമ്മൾ ഒരുമിച്ചാണ് നിൽക്കുന്നത്. ഒരേ മനസ്സോടെ ഒരേ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവരാണ് എല്ലാവരും. എല്ലാവർക്കും വലിയ വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, എല്ലാവർക്കും നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റട്ടെ, വലിയ സ്വപ്നങ്ങൾ ഉള്ളവർക്ക് എല്ലാവർക്കും നേട്ടങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. ഇറ്റ്സ് മീ സൗമ്യ, ഡിവിഷണൽ സെയിൽസ് ഡെവലപ്മെന്റ് മാനേജർ ഓഫ് ഫിജികാർട്ട്.com. താങ്ക് യു.